ഇപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ച ഡിവിസിബിലിറ്റി റൂൾസുമായി ബന്ധപ്പെട്ട് നമ്മൾ 3-4 ചോദ്യങ്ങളൊന്നും നോക്കാൻ പോവാണ്. അതായത് പ്രീവിയസ് ആയിട്ട് ചോദിച്ച ചോദ്യങ്ങളുണ്ടാവും, പിന്നെ നമ്മുടേതായ രീതിയിൽ എക്സ്പെക്റ്റഡ് ആയിട്ടെന്ന് പറയാൻ പറ്റുന്ന ചോദ്യങ്ങളുണ്ടാവും. സോ നമ്മൾ പഠിച്ച ആശയങ്ങളുമായി ബന്ധപ്പെട്ട് ജസ്റ്റ് കുറച്ച് ഇമ്പോർട്ടൻറ്റ് വേരിയൻസ് നോക്കാൻ വേണ്ടി മാത്രമാണ്. അതിൽ ചോദ്യത്തിലേക്ക് പോവുകയാണ്. ഫോർ വിച്ച് വാല്യൂ ഓഫ് ബി ദ നമ്പർ 3b5656 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 9. സോ ഇത് ആക്ച്വലി ഒരു ഡിഗ്രി ലെവൽ എക്സാമ്പിൾ ചോദിച്ച ചോദ്യം തന്നെയാണ്. ചോദ്യം ഇതാണ്, 3b5656 ഇതൊരു സംഖ്യയാണ്. 2, 4, 6 ആറക്ക സംഖ്യയാണ്. ഈ സംഖ്യ 9ൻ്റെ ഗുണിതമാണെങ്കിൽ, അതായത് 9 കൊണ്ട് നിശേഷം ഹരിക്കാൻ സാധിക്കുമെങ്കിൽ ഈ ബി എന്ന് പറയുന്ന സ്ഥാനത്ത് വരുന്ന അക്കം എന്ന് കണ്ടെത്തിയാൽ മതി. സോ 9ൻ്റെ ഡിവിസിബിലിറ്റി റൂൾ, നിശേഷ ഹരണ നിയമമാണ് നമുക്ക് വേണ്ടത്. 9ൻ്റെ ഡിവിസിബിലിറ്റി റൂൾ എന്താ പറയുന്നത്? നമുക്ക് 9 കൊണ്ടൊരു സംഖ്യ ഹരിക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് അറിയണമെങ്കിൽ ഒന്നെങ്കിൽ നമുക്ക് സാധാരണ ഡിവിഷൻ പോലെ നമ്മൾ ഹരിച്ച് നോക്കണം, അല്ലാന്നുണ്ടെങ്കിൽ അക്കങ്ങളുടെ തുക എടുത്താൽ മതി. നമ്മുടെ സംഖ്യയിലുള്ള അക്കങ്ങളുടെ തുക എടുക്കുമ്പോൾ അത് 9ൻ്റെ ഗുണിതമാണെങ്കിൽ നമുക്ക് 9 കൊണ്ട് നിശേഷം ഹരിക്കാൻ സാധിക്കും. സോ ഇവിടെ ചെയ്യേണ്ടത് എന്താണ്? നമുക്ക് അറിയാവുന്ന അക്കങ്ങളെല്ലാം കൂടിയുള്ള തുക എടുക്കുക. സോ ഇവിടെ നമുക്ക് ബി എന്ന് പറയുന്ന ആൾ മാത്രമാണ് അറിയാൻ വയ്യാത്തുള്ളൂ. ബാക്കി അക്കങ്ങൾ കൂട്ടാലോ. 3, 5, 8, 8, 6, 14, 14, 5, 19, 19, 6, 25 കിട്ടി. സോ 25 ഓൾറെഡി നമുക്ക് തുക കിട്ടി. സോ 25 9ൻ്റെ ഗുണിതമാണോ? അല്ല, 25 പ്ലസ് ബി ഉണ്ടല്ലേ, ഈ ഒരു അക്കം കൂടി കിട്ടിയാൽ നമുക്ക് നമ്മുടെ ആൻസറിലേക്ക് എത്താൻ പറ്റും. ഈ അക്കമാണ് കണ്ടെത്തേണ്ടത്. സോ 25ന് ശേഷം വരുന്ന 9ൻ്റെ അടുത്ത ഗുണിതം ഏതാണ്? 27. ശരിയല്ലേ? 27 ആണ് 9ൻ്റെ മൾട്ടിപ്പിൾ. 9 3s 27. 25 കഴിഞ്ഞാൽ എത്ര കൂടി കൂട്ടണം? 2 കൂടി കൂട്ടിയാൽ പോരെ. സോ ആൻസർ ചെയ്ത് വരും ഓപ്ഷൻ സി. ഈസി ക്വസ്റ്റ്യൻ ആണ്, ബേസിക് ലെവലാണ്. സോ ആശയം അറിഞ്ഞാൽ മതി, എന്താണ് ചെയ്യേണ്ടതെന്ന് അറിഞ്ഞാൽ മതി. 9ൻ്റെ ഗുണിതം ആണോ എന്ന് അറിയാൻ വേണ്ടി അക്കങ്ങളുടെ തുക എടുക്കണം. സോ നമുക്കൊരു അക്കം അറിയില്ല, ആയിക്കോട്ടെ, അതവിടെ മാറ്റി വയ്ക്കുക. ബാക്കിയുള്ള അക്കങ്ങളുടെ തുക നമ്മൾ എടുക്കുക. അങ്ങനെ എടുത്തപ്പോൾ 25 കിട്ടി. അതിൻ്റെ കൂടെ എന്തോ കൂടി കൂട്ടുമ്പോൾ നമുക്ക് ഈ പറയുന്ന 27ലേക്ക് എത്തണം. എന്തുകൊണ്ടാണ് 27 വരുന്നത്? കാരണം 25 കഴിഞ്ഞാൽ തൊട്ടടുത്ത് കിടക്കുന്ന ഗുണിതം 27. മൾട്ടിപ്ലിക്കേഷൻ ടേബിൾസ്, ഗുണന പട്ടിക ഒരു പക്ഷേ എല്ലാവർക്കും അറിയാൻ പറ്റുമായിരിക്കും. അറ്റ്ലീസ്റ്റ് 10 വരെ ഉള്ളതിൻ്റെയൊക്കെ അറിയാൻ പറ്റുമായിരിക്കും. സോ അത് വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. സോ ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആണ്. നമ്മൾ നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് പോവുകയാണ്. ഇത് ആക്ച്വലി 2010 ചോദിച്ച ചോദ്യമാണ്. +2 ലെവൽ എക്സാമ്പിൾ ചോദിച്ച ഒരു സെയിം ചോദ്യം തന്നെ കാണുന്നത്. ഇഫ് ദി നമ്പർ 357x4 ഈസ് ഡിവിസിബിൾ ബൈ 6 ദെൻ വാല്യൂ ഓഫ് x ഈസ്. 357x4 എന്ന സംഖ്യയെ 6 കൊണ്ട് നിശേഷം ഹരിക്കാമെങ്കിൽ എക്സിൻ്റെ മൂല്യം എത്ര? സോ ഇവിടെ നമുക്കൊരു നമ്പർ ഉണ്ട്, അതിൽ ഒരക്കം നമുക്ക് തന്നിട്ടില്ല. ആ അക്കം കണ്ടുപിടിക്കണം. ഈ സംഖ്യ എങ്ങനെയുള്ള സംഖ്യ എന്നാണ് പറഞ്ഞിരിക്കുന്നത്? 6 കൊണ്ട് നിശേഷം ഹരിക്കാൻ സാധിക്കും. സോ അതിൻ്റെ അർത്ഥം നമുക്ക് 6 കൊണ്ടൊന്നെങ്കിൽ ഹരിച്ച് നോക്കാം, അല്ലെങ്കിൽ 6ൻ്റെ ഡിവിസിബിലിറ്റി റൂൾ എടുക്കാം. 6ൻ്റെ ഡിവിസിബിലിറ്റി റൂൾ നമ്മൾ എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത്? മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്ക് ഏതൊരു ഭാജ്യസംഖ്യ, 6 ഭാജ്യസംഖ്യയല്ലേ, ഭാജ്യസംഖ്യ നമുക്ക് അഭാജ്യസംഖ്യയുടെ ഗുണനമായിട്ട് എഴുതാൻ പറ്റും. 2 × 3 എന്ന് പറഞ്ഞ് നമ്മൾ എഴുതിയായിരുന്നു 6ന് ഡിവിസിബിലിറ്റി കണ്ടത്. അപ്പോൾ അത് ആക്ച്വലി എന്താണ്? അഭാജ്യസംഖ്യകളുടെ ഗുണനമാണ്. അതെങ്ങനെ നമ്മൾ എടുക്കുന്നത് വെച്ചാൽ, ഘടകങ്ങൾ എന്ന് പറഞ്ഞ ടോപ്പിക്ക് പഠിക്കുമ്പം കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ടാകും. ഈ ഘടകങ്ങൾ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഫാക്ടേഴ്സ്, ഘടകങ്ങൾ വെച്ചാൽ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളൊരു സംഖ്യ എടുത്തു, അതിന് ഏറ്റവും ആദ്യമേ നമുക്ക് 1 കൊണ്ട് ഹരിക്കാൻ പറ്റുമെന്ന് നമുക്കറിയാം. നമ്മൾ അത് കഴിഞ്ഞാൽ 2 കൊണ്ട് ഹരിക്കാൻ പറ്റുമില്ലെന്ന് നോക്കും. 6 2 കൊണ്ട് ഹരിക്കാൻ പറ്റും. സോ 2 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് 3 കിട്ടും. 3നെ വീണ്ടും നമ്മൾ 3 കൊണ്ട് ഹരിച്ചാൽ 1 കിട്ടും. സോ ഇവിടെ നോക്കിയാൽ അഭാജ്യ ഘടകങ്ങൾ നോക്കിയാൽ 2 3 ശരിയല്ല, അപ്പോൾ 2 × 3 എന്ന് എഴുതും. സോ അങ്ങനെയാണ് നമ്മൾ എഴുതുന്നത്. സോ ആക്ച്വലി പറയുകയാണെങ്കിൽ കോപ്രൈമായ 2 സംഖ്യകളെന്ന് വേണമെങ്കിൽ വിളിക്കാം 2 ഉം 3. സോ അങ്ങനെ നമുക്ക് കാണാം. കോപ്രൈം ആശയം നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്. സോ 6നെ 2 × 3 എന്ന് പറഞ്ഞ് എഴുതാമെങ്കിൽ നമുക്ക് 2ൻ്റെയും 3ൻ്റെയും ഡിവിസിബിലിറ്റി അറിയാമല്ലോ, അത് അപ്ലൈ ചെയ്താൽ മതി. 2ൻ്റെ ഡിവിസിബിലിറ്റി പറയുന്നത് നമുക്ക് അവസാനത്തെ അക്കം നോക്കിയാൽ, അല്ലെങ്കിൽ ഇരട്ട സംഖ്യയാണോ അല്ലയോ നോക്കിയാൽ മതി. സോ ഈ തന്നിരിക്കുന്ന സംഖ്യ ഇരട്ട സംഖ്യ എന്തുകൊണ്ടാണ്? കാരണം അവസാനം കിടക്കുന്ന അക്കം ഇരട്ട അക്കമാണ്, ഇരട്ട സംഖ്യയായിട്ടുള്ള അക്കമാണ്. സോ ഇരട്ട സംഖ്യയാണ്. സോ 2 കൊണ്ട് പറ്റുന്നതാണെന്ന് നമുക്ക് അറിയാം. 3 കൊണ്ട് പറ്റുന്നതാണോ ചെക്ക് ചെയ്താൽ മതി. അതിനാണ് ആ 3യുടെ ഡിവിസിബിലിറ്റി റൂൾ വെച്ചാണ് നമുക്ക് നമ്മുടെ ആൻസറിലേക്ക് എത്താൻ പറ്റുന്നത്. സോ 3യുടെ ഡിവിസിബിലിറ്റി റൂൾ നമ്മൾ 9ൻ്റെ കാണുന്ന പോലെയാണ്. അക്കങ്ങളുടെ തുക എടുക്കുക. അക്കങ്ങളുടെ തുക നമുക്ക് 3 കൊണ്ട് ഹരിക്കാൻ പറ്റുന്നതാണെങ്കിൽ നമുക്ക് ആ സംഖ്യ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. സോ ഇവിടെ തുക എടുത്തു പോകുമ്പം 3 + 5 8 + 1 15 + 4 19 ഉണ്ട്, 19 ഉണ്ട്. നമുക്ക് വേണ്ട 3ൻ്റെ അടുത്ത മൾട്ടിപ്പിൾ ആണ്. 19 3ൻ്റെ മൾട്ടിപ്പിൾ ആണോ അല്ലയോ നോക്കണം. ആണെങ്കിൽ നമുക്ക് പിന്നെ ഒന്നും ചേർക്കേണ്ടി വരില്ല, നെക്സ്റ്റിന് 0 ഇടാറ്. പക്ഷേ 19 3ൻ്റെ മൾട്ടിപ്പിൾ അല്ല, ശരിയല്ലേ? ഇതിന് മുമ്പുള്ള 18, ഇത് കഴിഞ്ഞാൽ 21, 21. സോ 21 വരെ എന്ത് ചെയ്യണം? ഒരു 2 കൂടി നമുക്ക് കൂട്ടണമായിരുന്നു. അതിൻ്റെ അർത്ഥം എക്സിൻ്റെ സ്ഥാനത്ത് 2 പറഞ്ഞു. സോ ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഇത്രയേ ഉള്ളൂ. സോ ഇനി ഈ സം ഓഫ് ഡിജിറ്റ്സ് കണ്ടുപിടിക്കുന്ന മറ്റൊരു രീതിയിൽ കാണിച്ചു തരാം. ഇപ്പം 3ൻ്റെ ഗുണിതം വല്ല നോക്കണ്ടേ. സോ 3 എന്ന് പറഞ്ഞ് നമുക്ക് ചേർത്ത് വരാൻ പറ്റുന്ന, അല്ലെങ്കിൽ 3ൻ്റെ മൾട്ടിപ്പിൾസ് ചേർത്ത് വരാൻ പറ്റുന്ന സംഖ്യകൾ നമുക്ക് കളഞ്ഞേക്കാം. ഇപ്പോൾ നോക്കിയാൽ ഇതാ 3 നമുക്ക് എടുക്കണ്ട.
7 5 കൂടി 12 വരത്തില്ല. സോ അത് 3ൻ്റെ ഗുണിതമാണല്ലോ. ബാക്കി എക്സും 4 ഉണ്ട്. ഇത് തമ്മിൽ കൂട്ടിയാൽ 3ൻ്റെ ഗുണിതം വരണം. സോ എക്സിന് 2. ഇങ്ങനെയും കാണാം. എല്ലാം സെയിം ആണ് കേട്ടോ. പക്ഷേ എങ്ങനെയും വേണമെങ്കിൽ കാണാമെന്ന് പറഞ്ഞാണ്. എല്ലാം കൂടി ഇങ്ങനെ കൂട്ടിയെടുക്കുന്നതിന് പകരം 3ൻ്റെ മൾട്ടിപ്പിൾസ് ഉള്ള കിട്ടുന്നത് നമ്മൾ ആദ്യമേ തന്നെ അങ്ങ് കളയുന്നു. 7 5 കൂടി 12 മനസ്സിലേക്ക് കൊണ്ടുവരാമെങ്കിൽ നമുക്ക് അതും കളയാം. അടുത്ത ഇവിടെ എന്തോ പറഞ്ഞാൽ ഇവിടെ 4 3ൻ്റെ മൾട്ടിപ്പിൾ അല്ല. സോ 4ൻ്റെ കൂടെ എന്ത് കൂട്ടിയാൽ 3ൻ്റെ മൾട്ടിപ്പിൾ 2 കൂട്ടിയാൽ കിട്ടും. സോ 2 ആണ് നമുക്ക് ഇവിടെ വരേണ്ടത്. 3 5 7 2 4 ആണ് നമ്മുടെ സംഖ്യ. അതിൽ 2 ആണ് നമ്മുടെ മിസ്സിംഗ് ആയ എക്സിൻ്റെ അവിടെ വരേണ്ടത്. സോ ഓപ്ഷൻ ഡി ആണ് ആൻസർ. നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. ഒരു ചെറിയൊരു ലെവലപ്പ് ക്വസ്റ്റ്യൻ എന്ന് വേണമെങ്കിൽ പറയാം. ഇനി കാണാൻ പോകുന്ന ചോദ്യം നേരത്തെ കണ്ടൊരു ചോദ്യമാണ്. അതിൻ്റെ മറ്റൊരു വെറൈറ്റിയാണ്. ചോദ്യം നോക്കിക്കോ. ഇഫ് ദി നമ്പർ 357x4 ഈസ് ഡിവിസിബിൾ ബൈ 6 ദെൻ മാക്സിമം വാല്യൂ ഓഫ് എക്സ് ഈസ്, അല്ലെങ്കിൽ മാക്സിമം വാല്യൂ ദാറ്റ് എക്സ് ക്യാൻ ടേക്ക് ഈസ് എന്ന് പറഞ്ഞ് ചോദിക്കുകയാണെങ്കിൽ, നമ്മൾ നേരത്തെ കണ്ട സെയിം മോഡൽ ചോദ്യമാണ്, സെയിം ചോദ്യമാണ്. അവിടെ നമുക്ക് എക്സിൻ്റെ വാല്യൂ ആയിരുന്നു. ഇവിടെ എക്സിന് എടുക്കാൻ പറ്റുന്ന മാക്സിമം വാല്യൂ അതെന്താണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. ചോദ്യം 357x4 എന്ന സംഖ്യ 6 കൊണ്ട് നിശേഷം ഹരിക്കാമെങ്കിൽ എക്സിൻ്റെ ഏറ്റവും വലിയ മൂല്യം. സോ 6ൻ്റെ നിശേഷഹരണമാണ് നമുക്ക് വേണ്ടത്. 6ൻ്റെ നമുക്കറിയാം 6 എന്ന് പറഞ്ഞാൽ 2 × 3 ആണ്. സോ അതിൻ്റെ അർത്ഥം 2 കൊണ്ടും 3 കൊണ്ടും ഒരേ സമയം ഹരിക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് 6 കൊണ്ട് ഹരിക്കാൻ പറ്റും. സോ 2ൻ്റെ നിശേഷഹരണം നമുക്കറിയാം, ഇരട്ട സംഖ്യയാൽ മതി. ഇത് നോക്കിയാൽ അവസാനത്തെ അക്കം ഇരട്ടയായതുകൊണ്ട് ഇരട്ട സംഖ്യയാണ്. സോ ഇനി നമുക്ക് വേണ്ടത് 3ൻ്റെയാണ്. 3ന് ചെക്ക് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് ഇനി എക്സിൻ്റെ വാല്യൂസിലേക്ക് എത്താൻ പറ്റൂ. സോ 3ൻ്റെ പറയുന്നത് എങ്ങനെയാണ്? സം ഓഫ് ഡിജിറ്റ്സ് ആണ് അല്ലേ. 357x4 അക്കങ്ങളുടെ തുക എടുക്കുക. അക്കങ്ങളുടെ തുക 3 കൊണ്ട് ഹരിക്കാൻ പറ്റുന്നതാണെങ്കിൽ നമുക്ക് ആ സംഖ്യ ഹരിക്കാൻ പറ്റും. ഇപ്പോൾ അക്കങ്ങളുടെ തുക എടുത്താൽ നേരത്തെ അക്കങ്ങളുടെ തുക എടുക്കുന്ന 2 രീതി കാണിച്ചു. ഏത് രീതിയിലും ഫോളോ ചെയ്യാം. 3 5 8 8 7 15 15 4 19 19 ഉണ്ടല്ലേ. അതിൻ്റെ കൂടെ എക്സ് കൂട്ടുമ്പോൾ നമുക്ക് എന്താ പറയുന്നത്? 3ൻ്റെ ഗുണിതം കിട്ടണം. 19 3ൻ്റെ ഗുണിതം അല്ലാത്തതുകൊണ്ടാണ് എന്താ കൂടി കൂട്ടേണ്ടി വരുന്നത്. സോ അവിടെ എക്സ് എന്ന് പറയുന്ന സംഖ്യനെ കൂട്ടേണ്ടത്. എക്സിൻ്റെ മൂല്യംസ് ആണ് അല്ലെങ്കിൽ വാല്യൂസ് വേണം. 19ലൂടെ 2 കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും? 21 കിട്ടും. 21 3ൻ്റെ മൾട്ടിപ്പിളാണ്. ഓക്കെ. പക്ഷേ ഇവിടെ ചോദ്യം ചോദിച്ചിരിക്കുന്നത് മാക്സിമം വാല്യൂ ആണ്. അതിൻ്റെ അർത്ഥം എക്സിന് 2 അല്ലാണ്ട് മറ്റെന്തെങ്കിലും വാല്യൂ കൊടുക്കാൻ പറ്റുമോ എന്ന് കൂടി നമുക്ക് അറിയണം അല്ലേ. ശരിയല്ലേ? സോ 2 കൂട്ടിയപ്പോൾ 21 കിട്ടി. ഇനി ഒരു 3 കൂടി കൂടിയാൽ നമുക്ക് 24 വരത്തില്ലേ? പിന്നെ ഒരു 3 കൂടിയാൽ 20 വരത്തില്ലേ? പിന്നെ 3 കൂടിയാൽ 30. ഇങ്ങനെയുള്ള 3 മൾട്ടിപ്പിൾസ് പോകുന്നത്. സോ 19 2 കൂട്ടി 21 വന്നു. 19 ഓൾറെഡി നമുക്ക് ഉള്ളത് അല്ലേ. അതിൻ്റെ കൂടെ 5 കൂട്ടി 24 വരില്ലേ. അതായത് 2ൻ്റെ കൂടെ 3 കൂടി കൂട്ടി അപ്പോൾ 5 വന്നു. അടുത്ത 2ൻ്റെ കൂടെ 8 കൂടി കൂട്ടി അപ്പോൾ 27 വന്നു. 19ലൂടെ 11 കൂട്ടിയാലേ 30 വരുള്ളൂ. ഒരിക്കലും നമുക്ക് ഒറ്റ അക്കത്തിൽ 11 എന്ന് പറയുന്ന സംഖ്യ എഴുതാൻ പറ്റത്തില്ല. 0 മുതൽ 9 വരെയുള്ള സംഖ്യകളെ വരുള്ളൂ എന്നറിയാമല്ലോ. സോ നമുക്ക് 3 കേസുകൾ ഇവിടെ ഉണ്ട്. എക്സിൻ്റെ വാല്യൂ 2 അല്ലെങ്കിൽ 5 അല്ലെങ്കിൽ 8 ഇങ്ങനെ 3 വാല്യൂസിൽ ഏത് വന്നാലും നമുക്ക് കിട്ടാൻ പോകുന്ന 6 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുന്ന കാര്യം എന്താ? 2 കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന സംഖ്യ എന്ന് മനസ്സിലായി. എക്സിൻ്റെ അവിടെ 2 വന്നാൽ നമുക്ക് തുക 21 കിട്ടും. അത് 3ൻ്റെ ഗുണിതമാണ്. സോ 3 കൊണ്ട് 2 കൊണ്ട് ഹരിക്കാമെങ്കിൽ 6 കൊണ്ട് ഹരിക്കാം. ഇനി എക്സിന് അവിടെ 5 വന്നാൽ നമുക്ക് എന്ത് കിട്ടും? എക്സിൻ്റെ അവിടെ 5 വന്നാൽ നമുക്ക് 24 കിട്ടും തുക. 24 3ൻ്റെ മൾട്ടിപ്പിൾ അല്ലേ. സോ അതും നമുക്ക് ബാധകമാകാൻ പറ്റും. എക്സിൻ്റെ അവിടെ 8 വന്നാൽ നമുക്ക് തുക 27 കിട്ടും. 27 എന്ന് പറയുന്നതും 3യുടെ മൾട്ടിപ്പിളാണ്. സോ നമുക്ക് എക്സിൻ്റെ ഇതിൽ ഏത് വാല്യൂസ് എടുക്കാം. സോ ക്വസ്റ്റ്യൻ മനസ്സിലായിക്കോണം. മാക്സിമം വാല്യൂ എന്ന് ചോദിച്ചിരിക്കുന്നതുകൊണ്ട് എക്സിന് ഒന്നിൽ കൂടുതൽ വാല്യൂസ് വരാൻ ചാൻസ് ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കണം. അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ഇവിടെ നോക്കിയാൽ 3 വാല്യൂസ് ഉണ്ട്. അതിൽ ഏറ്റവും മാക്സിമം ഏതാ? 8 ആണ്. സോ ഓപ്ഷൻ നോക്കിയാൽ 2 5 8 എല്ലാം കിടപ്പുണ്ട്. സോ അതിൽ ഏറ്റവും മാക്സിമം 8 ആണ്. സോ ഓപ്ഷൻ ബി ആണ് ആൻസർ. സോ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് നമ്മൾ ഈ ബ്രെയിൻ ഒന്ന് പ്രവർത്തിപ്പിച്ചാൽ മതി. മനസ്സിലാവും, ആശയം മനസ്സിലായി ചെയ്യാൻ പറ്റുന്നുണ്ടാവും. ഈ 3ൻ്റെയും അതുപോലെ 2 4 ഇതുപോലത്തെ ചെറിയ ചെറിയ നമ്പേഴ്സ് വരുമ്പോഴേ നമുക്ക് മാക്സിമം വാല്യൂസ് ഒത്തിരി വരുന്നുണ്ടാവുള്ളൂ. 9 ഒക്കെ വരുമ്പോഴത്തേക്ക് കൂടിപ്പോയ 2 വാല്യൂസൊക്കെ നമുക്ക് വരാൻ ചാൻസ് ഉള്ളൂ. 9ൻ്റെ മൾട്ടിപ്പിൾസ് ഒക്കെ നോക്കുമ്പോഴത്തേക്ക്. ബാക്കി 9 താഴെ 7 താഴെയുള്ള അല്ലെങ്കിൽ 8 താഴെയുള്ള സംഖ്യകളിലേക്ക് വരുമ്പോഴേ നമുക്ക് ഇതുപോലെ 2 കൂടുതൽ വാല്യൂസ് വരാൻ ചാൻസ് ഉള്ളൂ മാക്സിമം വാല്യൂ ചോദിക്കുമ്പോഴത്തേക്കും. സോ അത് ചെക്ക് ചെയ്യേണ്ട ആശയം മനസ്സിലായല്ലോ. ആശയം മനസ്സിലായാൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. നേരത്തെ കണ്ട ചോദ്യ രൂപത്തിൻ്റെ മറ്റൊരു വെറൈറ്റി നമുക്ക് നോക്കാം. അതേ മോഡൽ തന്നെയാണ്. നേരത്തെ നമ്മളൊരു മാക്സിമം വാല്യൂ കണ്ടുപിടിക്കുന്നതല്ലേ. നെക്സ്റ്റ് നമ്മൾ മിനിമം വാല്യൂ ആണെങ്കിൽ. സോ ചോദ്യം ഇഫ് ദ നമ്പർ 267y2 ഈസ് ഡിവിസിബിൾ ബൈ 3 ദെൻ മിനിമം വാല്യൂ ഓഫ് y ഈസ്. 267y2 എന്ന് പറയുന്ന സംഖ്യയെ 3 കൊണ്ട് നിശേഷം ഹരിക്കാമെങ്കിൽ വൈയുടെ ഏറ്റവും ചെറിയ മൂല്യം. അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിക്കോണം. നമുക്ക് വൈക്ക് ഒത്തിരി മൂല്യങ്ങൾ അവിടെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അതിൽ ഏറ്റവും ചെറുതാണ് വേണ്ടത്. സോ 3ൻ്റെ നിശേഷമരണമാണ്. ഈസി ആയിട്ട് പറയാൻ പറ്റും. എന്താണ് 3ൻ്റെ നിശേഷമരണം പറയുന്നത്? സം ഓഫ് ഡിജിറ്റ്സ്, അക്കങ്ങളുടെ തുക. സോ നമ്മുടെ അക്കങ്ങളുള്ളത് 267y2 ഉണ്ട്. ഇതിൽ വൈയുടെ മൂല്യം വേണം. എങ്ങനെയായിരിക്കണം? ഈ നമ്പർ 3 കൊണ്ട് നിശേഷം ഹരിക്കാൻ സാധിക്കുന്നതാണെങ്കിൽ. സോ ഇവിടെ നോക്കിയാൽ 7 2 9 വരെയുള്ള വെട്ടി കളയാം, 6 കളയാം. ബാക്കി y × 2 ഉണ്ട്. സോ 3ൻ്റെ ഗുണിതം കിട്ടണമെങ്കിൽ എന്ത് വരണം?
2ഉം വൈയും കൂടി കൂട്ടി കഴിഞ്ഞ് 3 വന്നാൽ പോരെ. സോ 1 വന്നാൽ പോരെ. വൈക്ക് 1 വന്നാൽ നമുക്ക് 3ന്റെ ഗുണിതം കിട്ടും. സംശയം നോക്കിയോ, 2 6 8 8 7 15 15 2 17 ഉണ്ട്. 17ന്റെ കൂടെ നമുക്ക് 1 കൂട്ടിയാൽ 18 കിട്ടും. 18 3ന്റെ ഗുണിതമാണ്. സോ ഓപ്ഷൻ ബി ആണ് ആൻസർ. ഇനി നമുക്ക് വൈക്ക് എടുക്കാൻ പറ്റുന്ന മൂല്യംസ് ഒക്കെ നോക്കാം. ഇവിടെ 2 ഉണ്ട്. 2ന്റെ കൂടെ 1 കൂട്ടിയാൽ 3 വരും. അടുത്ത 2ന്റെ കൂടെ നമുക്ക് 4 കൂട്ടിയാൽ 6 വരും. മീൻസ് ഇതിൻ്റെ കൂടെ 3 കൂട്ടിയപ്പോൾ അടുത്ത 7 ആണ് വരാൻ പോകുന്നത്. 2ന്റെ കൂടെ 7 കൂട്ടിയാൽ നമുക്ക് 9 വരും. പിന്നെ വാല്യൂസ് ഒന്നുമില്ല. സോ 1ഉം 4ഉം 7ഉം ആണ് വാല്യൂസ്. ഇനി എല്ലാം കൂടി കൂട്ടിയെടുത്ത് പോകണമെങ്കിൽ 17 കിട്ടിയതുണ്ട്. 17 1 കൂട്ടിയാൽ 18. അടുത്ത 17 അടുത്ത നമുക്ക് വരേണ്ട 21. അതിൻ്റെ അടുത്ത് 4 കൂട്ടിയാൽ മതി. 17 + 4 21. പിന്നെ നമുക്ക് ഒരാളുടെ അടുത്ത് 24 ഉണ്ട്. 17 + 7 24 ആണ്. പിന്നെ 27 പറഞ്ഞെങ്കിൽ 10 കൂട്ടണം. 10 എന്തായാലും y എന്ന് പറയുന്ന പൊസിഷനിൽ വരത്തില്ല. കാര്യം എന്താ, 0 മുതൽ 9 വരെയുള്ള ഏതെങ്കിലും സംഖ്യയിലേ വരുള്ളൂ. സോ 3 പോസിബിലിറ്റീസ് ആണ് അവിടെയുള്ളത്. 1ഉം 4ഉം 7ഉം. അതിൽ ഏറ്റവും ചെറിയ മൂല്യം ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് 1 നമ്മുടെ ആൻസർ. ഇത് എക്സ്ട്രാ ആയിട്ടൊന്ന് കാണിച്ചതേ ഉള്ളൂ. നമ്മൾ നേരത്തെ മാക്സിമം വാല്യൂ കണ്ടുപിടിക്കാൻ ചെയ്തില്ലേ, അതുകൊണ്ടൊന്ന് കാണിച്ചതേ ഉള്ളൂ. സോ കൂട്ടിയെടുക്കുന്ന ഏത് രീതിയിലും എടുക്കാം. പക്ഷേ ഓർത്താൽ മതി, ഇവിടെ നമുക്ക് ഏറ്റവും മിനിമം വാല്യൂ ചോദിച്ചുകൊണ്ട് നമുക്ക് ഏറ്റവും ആദ്യമേ കിട്ടുന്ന ഉത്തരം തന്നെ എഴുതാൻ പറ്റും. മാക്സിമം വാല്യൂ ചോദിച്ചിരുന്നെങ്കിൽ 7 വന്നതിന് ആൻസർ. ഏതൊക്കെ വാല്യൂസ് എടുക്കാമെന്ന് ചോദിച്ചാൽ ഈ 3 വാല്യൂസിൽ ഏത് വേണമെങ്കിലും വൈക്ക് എടുക്കാം. ഇതിൽ ഏത് വാല്യൂ എടുത്താലും നമുക്ക് 3 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുന്ന സംഖ്യ കിട്ടും. ഉദ്ദേശം ഇത്രയേ ഉള്ളൂ. 2 6 7 1 2 ആകാം, 2 6 7 4 2 ആകാം, 2 6 7 7 2 ആകാം. ഈ 3 സംഖ്യകൾ ഏത് സംഖ്യകൾ വേണമെങ്കിലും നമുക്ക് വന്നാലും കുഴപ്പമില്ല. 3 കൊണ്ട് നിശേഷം ഹരിക്കാൻ സാധിക്കും. സോ 3 ചോദ്യങ്ങൾ നമ്മൾ ഈ ഒറ്റ ചോദ്യത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഒന്ന് നമ്മളിപ്പോൾ ചെയ്ത ഏറ്റവും മിനിമം വാല്യൂ കണ്ടുപിടിക്കുന്നത്. മാക്സിമം വാല്യൂ ചോദിച്ചിരുന്നെങ്കിൽ വൈയുടെ മാക്സിമം വാല്യൂ 7 ആണ്. വൈക്ക് ഏതൊക്കെ മൂല്യങ്ങൾ എടുക്കാം, ഏതൊക്കെ വാല്യൂസ് എടുക്കാമെന്ന് ചോദിച്ചിരുന്നെങ്കിൽ 1ഉം 4ഉം 7ഉം ഇങ്ങനത്തെ 3 സംഖ്യകളിൽ ഏത് വേണമെങ്കിലും വൈക്ക് എടുക്കാം എന്ന് നമുക്ക് എഴുതാൻ പറ്റും. സോ ചോദ്യം ഏത് രൂപത്തിലും വരാം. സോ മേ ബി ഇതുവരെ ചോദിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നെക്സ്റ്റ് ടൈം മേ ബി ഒരു ക്വസ്റ്റ്യൻ സെറ്ററിൻ്റെ മൈൻഡ് സെറ്റ് പോലെ ഇരിക്കും. സോ പക്ഷേ ഇതൊന്നും നമ്മൾ പഠിച്ചിട്ടില്ല എന്ന് പറയരുത്. നമുക്ക് ആശയം അറിയാമെങ്കിൽ ആദ്യം ചെയ്തെടുക്കാൻ പറ്റും. സോ അതുകൊണ്ടാണ് ഇങ്ങനൊരു മോഡൽ ചോദ്യം കൂടി ചെയ്തത്. ബേസിക് ലെവലിൽ നമുക്ക് ഒരു സംസ്ഥാന ലെവൽ മത്സര പരീക്ഷയ്ക്ക് വേണ്ടി 1 മുതൽ 11 വരെയുള്ള നിശേഷതരമാണ് നമ്മൾ നോർമലി നോക്കാറുള്ളത്. സോ അങ്ങനെയെങ്കിൽ നമ്മളിനി കാണാൻ പോകുന്ന അതിൻ്റെ ആപ്ലിക്കേഷൻസ് വരുന്നത്, നമ്മൾ ഈ നിശേഷകരണം പഠിക്കുന്ന അതിൻ്റെ ആപ്ലിക്കേഷൻസ് കൂടി മനസ്സിലാക്കണം. അങ്ങനെ വരുന്ന ചോദ്യങ്ങളിലേക്ക് പോകാൻ വേണ്ടിയാണ്. അതിന് വേണ്ടി നമ്മൾ 1-2 ബേസിക് ചോദ്യങ്ങൾ നോക്കുക. ചോദ്യം ഇങ്ങനെയാണ്: ടു ചെക്ക് വെദർ എ നമ്പർ ഇസ് ഡിവിസിബിൾ ബൈ 12 വി ഷുഡ് ചെക്ക് ദ ഡിവിസിബിലിറ്റീസ് ഓഫ്. സോ 12 കൊണ്ടൊരു സംഖ്യ ഹരിക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് അറിയണമെങ്കിൽ അതിന് നമുക്ക് ഏതെങ്കിലും, ഇപ്പോൾ നമ്മൾ പഠിച്ച ഏതെങ്കിലും സംഖ്യകളുടെ ഹരണത്തിൻ്റെ നിയമം വെച്ച് പറ്റുമോ ഇല്ലയോ എന്നാണ്. സോ നോർമലി 12 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ ഇല്ലയോ ചെക്ക് ചെയ്യുന്നത് നമ്മൾ സാധാ ഡിവിഷൻ ചെയ്താണ്, ശരിയാണല്ലോ. പക്ഷേ നമ്മുടെ നിശേഷകരണത്തിൽ നമ്മൾ 11 വരെ പഠിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെയെങ്കിൽ 12ന് ചോദിച്ചാൽ നമുക്ക് എങ്ങനെ ചെക്ക് ചെയ്യാൻ പറ്റും? സോ അവിടെയാണ് വീണ്ടും ഘടകങ്ങളാക്കുന്നതിൻ്റെ അടിസ്ഥാനം വരുന്നത് ഫാക്ടേഴ്സ് നിങ്ങൾ ഡീപ്പായിട്ട് വീണ്ടും പഠിക്കുന്നുണ്ടാവും. എങ്കിലും ഇപ്പോഴും അതിൻ്റെ ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ വീണ്ടും തരികയാണ്. സോ 12ൻ്റെ ഘടകങ്ങളാക്കാൻ പോവാം. ഘടകങ്ങൾ എന്ന് വെച്ചാൽ അതിൻ്റെ ഫാക്ടേഴ്സ്, അതിൻ്റെ പ്രൈം ഫാക്ടേഴ്സ്. 12 എന്ത് സംഖ്യയാണ്? ഭാജ്യമാണോ അഭാജ്യമാണോ? 12 ഒരു ഭാജ്യ സംഖ്യയാണ്. സോ അതിനെ അഭാജ്യ സംഖ്യകളുടെ മൾട്ടിപ്ലിക്കേഷനായിട്ട് എഴുതാൻ പോവാം. ഇപ്പോഴും ഓർത്തണം, ഏതൊരു ഭാജ്യസംഖ്യയും ഏതൊരു കോമ്പോസിറ്റ് നമ്പറിനെയും അഭാജ്യ സംഖ്യകളുടെ ഗുണനമായിട്ട് പ്രൈം നമ്പേഴ്സിൻ്റെ മൾട്ടിപ്ലിക്കേഷനായിട്ട് എഴുതാൻ സാധിക്കും. ഈ ആശയം ഓർത്തിരുന്നോളം, കാരണം ഭാവിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ ആവശ്യം വരുന്നുണ്ടാവും. സോ 12നെ എങ്ങനെ എഴുതുന്നു വെച്ചാൽ ആക്ച്വലി 2² × 3 എന്ന് പറഞ്ഞാൽ എഴുതുന്നത്. ഇവിടെ 2 ഒരു അഭാജ്യ സംഖ്യയല്ലേ, 3 ഒരു അഭാജ്യ സംഖ്യയല്ലേ. സോ അഭാജ്യ സംഖ്യയുടെ പവറിലും നമുക്ക് എഴുതാൻ കുഴപ്പമില്ല. 2² × 3 ഇതെങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ നോക്കിയോ, 12നെ നമ്മൾ സാധാരണ സ്കൂൾ ലെവലിലൊക്കെ ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇതിനെ 1 കൊണ്ട് ഹരിക്കാമെന്നറിയാം, പിന്നെ 2 കൊണ്ട് ഹരിക്കാൻ നോക്കും. 2 കൊണ്ട് ഹരിച്ചപ്പോൾ ഇവിടെ 6 കിട്ടി. വീണ്ടും 6നെ 2 കൊണ്ട് ഹരിക്കുക, അപ്പോൾ 3 കിട്ടി. ഇനി 3നെ 3 കൊണ്ട് ഹരിച്ച് 1ലേക്ക് പോകും. അതിന് പകരം എങ്ങനെ എഴുതാം? 2 × 2 × 3 ആണ് 12, ശരിയല്ലേ? ഇപ്പോൾ നോക്കിയാൽ അഭാജ്യ സംഖ്യകൾ മാത്രമേ മൾട്ടിപ്ലൈ എടുത്തിട്ടുള്ളൂ. ഇവിടെ നോക്കിയാൽ ഇവിടെ ഇത് രണ്ടും സെയിം സംഖ്യയല്ലേ. സോ അതിനെ നമ്മൾ 2² × 3 എന്ന് എഴുതി. സോ ഇതാണ് 12 എന്ന് പറയുന്ന സംഖ്യയുടെ അഭാജ്യ സംഖ്യയുടെ ഗുണന ഫോം, അല്ലെങ്കിൽ ഗുണിച്ചെഴുതുന്ന ഫോം എന്ന് പറയുന്നത്. സോ 2² എന്ന് പറഞ്ഞാൽ ഇത് ആക്ച്വലി 2² × 3 എന്ന് പറഞ്ഞാൽ 4 × 3 എന്ന് പറഞ്ഞ് കാണാമല്ലോ. സോ 2² 4 അല്ലേ, 4 × 3. 4ഉം 3ഉം എന്ത് ടൈപ്പ് സംഖ്യയാണ്? 4ഉം 3ഉം എന്ന് പറഞ്ഞാൽ പരസ്പരം കോപ്രൈം ജോഡിയാണ്, അതും മനസ്സിൽ വെച്ചോളൂ. സോ 2 കോപ്രൈം നമ്പേഴ്സിൻ്റെ അല്ലെങ്കിൽ ഒരു കോപ്രൈം ജോഡിയുടെ മൾട്ടിപ്ലിക്കേഷൻ എഴുതി. സോ ആക്ച്വലി അഭാജ്യ സംഖ്യ എന്നാണ് ആശയമൊക്കെ വരുന്നത്. ഇത്ര ഓർത്താൽ മതി. അഭാജ്യ സംഖ്യയുടെ പവേഴ്സിലും അതിൻ്റെ മൾട്ടിപ്ലിക്കേഷനായിട്ട് നമുക്കൊരു ഭാജ്യ സംഖ്യ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ആക്കിയാൽ മാത്രമേ നമുക്ക് ഈ ഡിവിസിബിലിറ്റി റൂൾസ് ഇതുപോലത്തെ വലിയ നമ്പേഴ്സ് വരുമ്പോൾ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. സോ ശരിക്കും പറഞ്ഞാൽ
2 സ്ക്വയർ 4. അപ്പം 4ൻ്റെയും 3ൻ്റെയും നിശേഷഹരണം അറിയാമെങ്കിൽ നമുക്ക് 12ൻ്റെ നിശേഷഹരണം ചെക്ക് ചെയ്യാൻ പറ്റും. 4ൻ്റെ നിശേഷഹരണം പറയുന്നത് എന്താണ്? അവസാന രണ്ടക്കം ഒന്നെങ്കിൽ രണ്ടും 0 ആയിരിക്കണം, അല്ലെങ്കിൽ അവസാനത്തെ രണ്ടക്കം 4ൻ്റെ മൾട്ടിപ്പിൾസ് ആയിരിക്കണം. ശരിയല്ലേ? 3ൻ്റെ അറിയാമല്ലോ, അക്കങ്ങളുടെ തുക, തന്നിരിക്കുന്ന സംഖ്യയുടെ അക്കങ്ങളുടെ തുക. സോ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് 4ൻ്റെ ചെക്ക് ചെയ്യണം, 3ൻ്റെ ചെക്ക് ചെയ്യണം. ഇത് രണ്ടും ആ നമ്പറിൽ സാറ്റിസ്ഫൈ ആകുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോ 12 കൊണ്ട് നിശേഷം ഹരിക്കാൻ സാധിക്കും. സോ 12ൻ്റെ ഡിവിസിബിലിറ്റി മനസ്സിലായാലും 2 സ്ക്വയർ 3 ഇങ്ങനെ ചെയ്ത് നോക്കണമെന്നില്ല. ആക്ച്വലി 12ൻ്റെ മനസ്സിൽ കൊണ്ടുവരാൻ പറ്റും 4 × 3 ആണെന്നുള്ളത്. സോ 4ൻ്റെയും 3യുടെയും 4ഉം 3 കൊണ്ടും 4 കൊണ്ടും 3 കൊണ്ടും ഒരേ സമയം ഒരു സംഖ്യ ഹരിക്കാൻ പറ്റുമെങ്കിൽ 12 കൊണ്ടും നിശേഷം ഹരിക്കാൻ സാധിക്കും. സോ അങ്ങനെയെങ്കിൽ നമുക്ക് മറ്റൊരു നമ്പർ നോക്കാം. ഇപ്പോൾ 12 നോക്കി, അടുത്ത 15 ആണ് പറയുന്നത്, 15. സോ 15 കൊണ്ട് 15 കൊണ്ടൊരു നമ്പറിനെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് അറിയണം. സോ അതിനുള്ള ഒരു മാർഗം 15 കൊണ്ട് ഹരിച്ച് നോക്കുക എന്നുള്ളത്. വലിയ സംഖ്യയൊക്കെ ആണെങ്കിൽ നമുക്ക് സമയം എടുക്കുമല്ലേ. സോ അവിടെ എന്ത് ചെയ്യും? 15നെ നമ്മൾ ഇതുപോലെ അഭാജ്യ സംഖ്യകളുടെ മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് എഴുതും. നമുക്ക് പറയാൻ പറ്റുമോ? മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഗുണന പട്ടിക മനസ്സിൽ കൊണ്ടുവന്നാൽ പറയാൻ പറ്റും. 3 5s are 15. ശരിയല്ലേ? ഇതുപോലെ 3 × 5 3 5s are 15. ഇതുപോലെ ഫാക്ടറൈസ് ചെയ്യാണ്ടും പറയാം. 15നെ 3 കൊണ്ട് ഹരിക്കാൻ പറ്റും. അതെങ്ങനെ മനസ്സിലായി? 5 1 6 അക്കങ്ങളുടെ തുക. അപ്പോൾ 5 കിട്ടി. സോ ഇത് രണ്ട് അഭാജ്യ സംഖ്യയാണല്ലോ, 3 × 5. അതിൻ്റെ അർത്ഥം 3 കൊണ്ടും 5 കൊണ്ടും ഒരേ സമയം നമുക്ക് ഹരിക്കാൻ സാധിക്കുന്ന സംഖ്യയാണെങ്കിൽ ആ സംഖ്യ 15 കൊണ്ട് ഹരിക്കാൻ പറ്റും. 5 കൊണ്ട് ഹരിക്കാൻ പറ്റുമെന്ന് എങ്ങനെ അറിയാം? ഈസി ആയിട്ട് പറയാൻ പറ്റും. 0 അല്ലെങ്കിൽ 5 അവസാനം ഉണ്ടാവണം. 0 അല്ലെങ്കിൽ 5. സോ ആദ്യമേ നോക്കേണ്ടത് 0 അല്ലെങ്കിൽ 5 അവസാനം ഉണ്ടോ എന്ന്. എല്ലാ ഓപ്ഷനിലും അങ്ങനെ ഉണ്ടെങ്കിൽ പിന്നെ ചെക്ക് ചെയ്യേണ്ടതാണ് 3ൻ്റെ ഡിവിസിബിലിറ്റി എന്ന് പറയുന്നത്. മനസ്സിലായി? 15. നമുക്ക് ഒരെണ്ണം കൂടി നോക്കാം. 24. 24 കൊണ്ടൊരു സംഖ്യയെ ഹരിക്കാൻ പറ്റുമെങ്കിൽ, അല്ലെങ്കിൽ ഹരിക്കാൻ പറ്റുമോ എന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ഏതൊക്കെ സംഖ്യ എടുക്കേണ്ടി വരും? നമ്മൾ 1 തൊട്ട് 11 വരെ പഠിക്കുന്നതിൽ ഏതൊക്കെ സംഖ്യ എടുക്കേണ്ടി വരും? ഇത് നിങ്ങൾക്ക് തന്നെ ഇപ്പോൾ പറയാൻ പറ്റേണ്ടതാണ്. 24 എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ നോക്കിയും പറയാം, അല്ലാതെയും പറയാം. 24 എന്ന് പറഞ്ഞാൽ പല രീതിയിൽ കാണാമെങ്കിൽ നമ്മൾ എടുക്കാൻ പോകുന്നത് 2³ × 3 എന്നാണ്. പ്രൈം നമ്പേഴ്സിൻ്റെ പവേഴ്സിൽ അതിൻ്റെ മൾട്ടിപ്ലിക്കേഷനായിട്ട് എക്സ്പ്രസ് ചെയ്യുകയാണെങ്കിൽ 2³ × 3 എന്ന് പറഞ്ഞാണ് എഴുതേണ്ടത്. 24. ഇത് ആദ്യമായിട്ട് ഈ ആശയം കാണുന്ന ആൾക്കാരുണ്ട്. ഇതിങ്ങനെ തന്നെ ചെയ്തോളൂ. 24നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 12 കിട്ടും. 12നെ വീണ്ടും 2 കൊണ്ട് ഹരിക്കാം, കാരണം ഇരട്ട സംഖ്യയാണ്. അപ്പോൾ 6 കിട്ടും. 6നെ വീണ്ടും 2 കൊണ്ട് ഹരിക്കാം, അപ്പോൾ 3 കിട്ടും. ഇനി 3നെ 3 കൊണ്ട് ഹരിച്ചാൽ 1 കിട്ടും. ഇവിടെ വെച്ച് നിർത്തിക്കോ. 2 3 വട്ടം വന്നില്ലേ? 2 × 2 × 2 × 3 ആണ്. 2 3 വട്ടം വന്നുകൊണ്ട് 2⁻3 എന്ന് എഴുതിയിരിക്കുന്നത്. 2⁻3 × 3. ഇതാണ് നമ്മുടെ പ്രൈം നമ്പേഴ്സിൻ്റെ മൾട്ടിപ്ലിക്കേഷനായിട്ട്. പ്രൈം നമ്പേഴ്സിൻ്റെ പവേഴ്സ് വന്നാലും കുഴപ്പമില്ല, മൾട്ടിപ്ലിക്കേഷനായിട്ട് എഴുതുന്നത്. സോ പവേഴ്സ് എന്ന് എന്താണ്? ആ പവറിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്യണം. 2³ വെച്ചാൽ 8 ആണ്. സോ 8 × 3 ഒരേ സമയം 8 കൊണ്ടും 3 കൊണ്ടും ഹരിക്കാൻ പറ്റുന്ന സംഖ്യയാണെങ്കിൽ 24 കൊണ്ട് ഹരിക്കാൻ പറ്റും. വേറെ ഒന്നും ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. 3യുടെ ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്? സം ഓഫ് ഡിജിറ്റ്സ്. അക്കങ്ങളുടെ തുക 3ൻ്റെ ഗുണിതമാണെങ്കിൽ നമുക്ക് ആ സംഖ്യയെ 3 കൊണ്ട് ഹരിക്കാൻ പറ്റും. 8ൻ്റെ എങ്ങനെ? അവസാന 3 അക്കം എടുക്കണം. അവസാന 3 അക്കം 2⁻3 3 അവസാന 3 അക്കം 0 ആയിരിക്കണം, അല്ലെങ്കിൽ അവസാന 3 അക്കം 8ൻ്റെ ഗുണിതമായിരിക്കണം. സോ അങ്ങനെയാണെങ്കിൽ 24 കൊണ്ട് നമുക്ക് നിശേഷം ഹരിക്കാൻ പറ്റുമെന്ന് പറയാം. 8ൻ്റെയും 3ൻ്റെയും ചെക്ക് ചെയ്താൽ മതി. സോ ഇതുപോലെ ഏത് ഭാജ്യസംഖ്യ 11ന് മുകളിലേക്ക് വരുന്ന ഏത് ഭാജ്യസംഖ്യ വന്നാലും നമ്മൾ 1 to 11 എന്തായാലും പഠിക്കുന്നുണ്ടാവും. ആ 11ന് ശേഷം വരുന്ന ഏത് ഭാജ്യസംഖ്യ വന്നാലും നമുക്ക് ഇതുപോലെ അഭാജ്യസംഖ്യയുടെ മൾട്ടിപ്ലിക്കേഷനായിട്ട് എഴുതാൻ സാധിച്ചാൽ, ആ അഭാജ്യസംഖ്യയുടെ പവർ ഉണ്ടെങ്കിൽ ആ പവറിനെ കൂടി സിംപ്ലിഫൈ ചെയ്ത് ഇങ്ങനെ ആക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഓരോ സംഖ്യയുടെയും നമ്മളെടുത്ത് ചെക്ക് ചെയ്താൽ നമുക്ക് നമ്മുടെ ആൻസറിലേക്ക് എത്താൻ എളുപ്പമായിരിക്കും. സോ എപ്പോഴും ഓർക്കേണ്ട ഇതാണ്, അഭാജ്യ സംഖ്യയുടെ പവേഴ്സിൽ വേണം എക്സ്പ്രസ് ചെയ്യാൻ, എന്നിട്ട് വേണം ഇതിലേക്ക് ആക്കാൻ. കാരണം 24 ഇപ്പോൾ നിങ്ങൾക്ക് തോന്നും ഓക്കെ 4 × 6 എന്ന് എഴുതാൻ പാടില്ല. ശരിയാണ്, പക്ഷേ 4ഉം 6ഉം അഭാജ്യമാണോ? അല്ല. ഇതിനെ വീണ്ടും നമുക്ക് പിരിച്ചെഴുതാൻ പറ്റും. 4 2² ആണ്. അപ്പോൾ അഭാജ്യ സംഖ്യയുടെ അത് അഭാജ്യ സംഖ്യയുടെ പവേഴ്സിലായെന്ന് പറഞ്ഞു. പക്ഷേ 6നെ വീണ്ടും 2 × 3 എന്ന് പറഞ്ഞ് കാണാമല്ലോ. സോ അങ്ങനെ കാണുമ്പോഴത്തേക്കാണ് നമുക്ക് ആക്ച്വൽ 2³ × 3 വരുന്നത് കൊണ്ട് മാത്രമാണ് നമുക്ക് 8 × 3 എഴുതാൻ പറ്റുന്നത്. ഒരിക്കലും 4നെയും 6നെയും ചെക്ക് ചെയ്താൽ പോരെന്ന് തോന്നും. പോരാ, അഭാജ്യസംഖ്യയുടെ പവേഴ്സിലാക്കിയിട്ട് അതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ കിട്ടുന്ന നമ്പേഴ്സ് വെച്ച് തന്നെ വേണം നമ്മളെപ്പോഴും എന്ത് ചെയ്യാൻ, ചെക്ക് ചെയ്യാൻ. കാര്യം എന്താ വെച്ചാൽ കോപ്രൈം ആയിരിക്കണം. നമ്മൾ അങ്ങനെ എഴുതുമ്പോൾ അവർ കോപ്രൈം ആയിരിക്കും. കോപ്രൈം എന്ന് വെച്ചാൽ പൊതു ഘടകം ഒന്നേ ഉണ്ടാവുള്ളൂ. 4ഉം 6ഉം എഴുതി അവർ കോപ്രൈം ആണോ? കോപ്രൈം അല്ല. അതുകൊണ്ടാണ് ഈ ഒരു രീതിക്ക് തന്നെ എക്സ്പ്രസ് ചെയ്യാൻ ശ്രമിക്കണം എന്ന് പറയും. ഈ ഒരു രീതിക്ക് എക്സ്പ്രസ് ചെയ്ത് അത് കോപ്രൈം ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ടാവുള്ളൂ. അതിൻ്റെ ഏറ്റവും സിംപ്ലിഫൈഡ് ഫോമായിട്ട് നമ്മളിങ്ങനെ എഴുതാൻ പറ്റുന്നുണ്ടാവും. സോ 11ന് മുകളിലേക്കുള്ള ഏതൊരു ഭാജ്യസംഖ്യ കോമ്പോസിറ്റ് നമ്പർ വന്നാലും നമ്മൾ ഈ ഒരു രീതിയിൽ എക്സ്പ്രസ് ചെയ്യാൻ ശ്രമിക്കും. എങ്ങനെയാണ്? അഭാജ്യസംഖ്യകളുടെ
മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് അഭാജ്യ സംഖ്യയുടെ പവർ വന്ന പ്രശ്നമൊന്നുമില്ല. ആ പവേഴ്സ് എഴുതിക്കും. ലാസ്റ്റ് ആ പവർ സിംപ്ലിഫൈ ചെയ്ത് നമ്മൾ നമ്പേഴ്സ് ആക്കുന്നേ ഉള്ളൂ. പ്രൊവൈഡഡ് നമ്മൾ ചെക്ക് ചെയ്യേണ്ട ആ നമ്പേഴ്സ് എപ്പോഴും കോപ്രൈം ആയിരിക്കണം. കോപ്രൈം എന്ന് വെച്ചാൽ കോമൺ ഫാക്ടർ 1. ഇതിനാണ് നമ്മൾ കോപ്രൈം നേരത്തെ പഠിച്ചത്. കോമൺ ഫാക്ടർ 1 ആയിരിക്കണം. പൊതു ഘടകം 1 ആയിരിക്കണം. 1 പറഞ്ഞ സംഖ്യയുണ്ട്, നമുക്ക് ഇവർക്ക് പൊതുവായിട്ടുള്ള ഒരു ഹാരകമുള്ളൂ. ശരിയല്ലേ? സോ വീണ്ടും പറഞ്ഞ് കുഴപ്പിക്കുന്നില്ല. ഇത്ര ഓർത്താൽ മതി. 11ന് മുകളിലുള്ള ഏത് സംഖ്യ ചോദിച്ചാലും, അഭാജ്യ സംഖ്യയല്ല ഭാജ്യസംഖ്യ, ഏതൊരു ഭാജ്യസംഖ്യ ചോദിച്ചാലും കോമ്പോസിറ്റ് നമ്പർ ചോദിച്ചാലും നമുക്ക് ഹരിക്കാനായിട്ട് നമ്മൾ 1 തൊട്ട് 11 വരെ പഠിച്ച ഹരണത്തിൻ്റെ നിയമങ്ങൾ മാത്രം മതി. അത് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. നിശേഷഹരണത്തിൽ നമ്മൾ 1 മുതൽ 11 വരെയുള്ള സംഖ്യകളുടെ നിശേഷഹരണമാണ് നോർമലി പഠിക്കാറുള്ളത്. സ്റ്റേറ്റ് ലെവൽ കോമ്പറ്റേറ്റീവ് എക്സാംസിൽ അത്രയൊക്കെ തൽക്കാലം മതിയാവും. സോ അതിൽ നമ്മൾ 7ഉം 11 ഒഴികെ ബാക്കി എല്ലാ സംഖ്യകളുടെയും കണ്ടു കഴിഞ്ഞു. സോ അവിടെ ഇനി 11ന് മുകളിലുള്ള സംഖ്യകൾ വരുവാണെങ്കിൽ, പ്രത്യേകിച്ചും ഭാജ്യസംഖ്യകൾ വരുവാണെങ്കിൽ അവിടെ എങ്ങനെയാണ് നമ്മൾ പഠിച്ച ആശയം അപ്ലൈ ചെയ്യാൻ പറ്റുന്നതെന്ന് കണ്ടല്ലോ. സോ ഏത് ഭാജ്യസംഖ്യ ചോദിച്ചാലും നമുക്കറിയാവുന്ന നിശേഷഹരണം പഠിച്ചിരിക്കുന്ന സംഖ്യകളെ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ടാവും. സോ അതിലെ 1-2 എക്സാമ്പിൾസ് നമ്മളിപ്പോൾ കണ്ടിരുന്നു. അതുമായി ബന്ധപ്പെട്ട് പ്രീവിയസ് ആയിട്ട് ചോദിച്ച ഒരു ചോദ്യത്തിലേക്ക് നമ്മളിനി പോകുന്നത്. ചോദ്യം ഇങ്ങനെയാണ്: വിച്ച് ഓഫ് ദി ഫോളോയിങ് നമ്പർ ഈസ് ഡിവിസിബിൾ ബൈ 24? 24 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുന്ന സംഖ്യ ഏത്? സോ ഓപ്ഷൻസിനെ ബേസ് ചെയ്താണ് പോകേണ്ടത്. 4 ഓപ്ഷൻസ് ഉണ്ട്. ആ ഓപ്ഷൻസിൽ 24 കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന സംഖ്യ ഏത്? സോ നോർമലി നമുക്ക് നിശേഷഹരണത്തിനെ കുറിച്ച് അറിയില്ലെങ്കിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഓരോ ഓപ്ഷനും എടുത്തിട്ട് നമ്മൾ 24 കൊണ്ട് ഹരിച്ച് നോക്കും. ശരിയല്ലേ? സോ അങ്ങനെ ചെയ്താൽ ഒത്തിരി സമയം പോകുന്നുണ്ടാവും. മേ ബി എക്സാം ടൈം തന്നെ തീരുന്നുണ്ടാവും. സോ അവിടെ നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്ന നിശേഷഹരണത്തിലെ ആശയമാണ് ഡിവിസിബിലിറ്റി റൂൾസ്. നമ്മൾ 24ൻ്റെ ഇപ്പം തന്നെ കണ്ടു കഴിഞ്ഞിരുന്നു. 24നെ നമുക്ക് 3 × 8 എന്ന് പറഞ്ഞെഴുതാം. ശരിയല്ലേ? 24നെ നമുക്ക് 3 × 8 എന്ന് പറഞ്ഞെഴുതാം. ആക്ച്വലി 2 കോപ്രൈം നമ്പേഴ്സിൻ്റെ മൾട്ടിപ്ലിക്കേഷനാണ് 3 × 8. ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മുടെ പ്രൈം ഫാക്ടേഴ്സ് എടുത്ത് 2³ × 3 എന്ന് പറഞ്ഞ ഫോമിൽ നിന്നാണ് ഈ 8 × 3 എന്ന് പറഞ്ഞ് നമ്മൾ ഇടുന്നത്. 2³ × 3 നമ്മൾ പ്രൈം ഫാക്ടേഴ്സ് ആക്കുമ്പോൾ പ്രൈം നമ്പേഴ്സിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ എഴുതുന്നതിനെ കുറിച്ചൊക്കെ പറഞ്ഞു. സോ അതിൻ്റെ അർത്ഥം 8 കൊണ്ടും 3 കൊണ്ടും ഒരേ സമയം നമുക്ക് ഹരിക്കാൻ പറ്റുന്നതാണെങ്കിൽ 24 കൊണ്ട് ഹരിക്കാൻ സാധിക്കും. സോ ഇവിടെ ഓപ്ഷൻസ് നോക്കിയാൽ ആക്ച്വലി എല്ലാത്തിൻ്റെയും ലാസ്റ്റ് 3 അക്കം 824. അതിൻ്റെ അർത്ഥം 8ൻ്റെ ഡിവിസിബിലിറ്റി നമ്മളിനി ചെക്ക് ചെയ്യാൻ പോകേണ്ട ആവശ്യമില്ല. കാര്യം നൺ ഓഫ് ദീസ് ഇല്ലാത്തതുകൊണ്ട് ഈ നമ്പേഴ്സ് എല്ലാം 8 കൊണ്ട് ഹരിക്കാൻ പറ്റുന്നതായിരിക്കും. കാര്യം 824 8ൻ്റെ ഗുണിതമായിട്ട് വരുന്നുണ്ടാവും. ലാസ്റ്റ് 3 അക്കമാണല്ലോ 8ൻ്റെ നമ്മൾ നോക്കാൻ ഉപയോഗിക്കുന്നത്. സോ എന്ത് ചെക്ക് ചെയ്യണം? നമുക്കിനി 3ൻ്റെ മാത്രം ചെക്ക് ചെയ്താൽ മതി. 3യുടെ ചെക്ക് ചെയ്യാനായിട്ട് എന്ത് വേണം? നമുക്ക് സം ഓഫ് ഡിജിറ്റ്സ്, അക്കങ്ങളുടെ തുക. ഫസ്റ്റ് ഓപ്ഷൻ നോക്കിയാൽ എന്താ അവിടെ നോക്കുക? 5 1 6, 4 2 6, 8 മിച്ചം കിടപ്പുണ്ട്. സോ ഇത് 3ൻ്റെ മൾട്ടിപ്പിൾ അല്ല. സെക്കൻഡ് ഓപ്ഷൻ നോക്കിയാൽ നമുക്ക് വീണ്ടും നോക്കാം. 2 1 3 ഉണ്ട്, 8 4 12 ഉണ്ട്, ബാക്കി 4 കിടപ്പുണ്ടാവും. ഫുൾ തുക എടുക്കാം, അല്ലെങ്കിൽ ഈ കാണുന്ന രീതിയിൽ നമുക്ക് ചെയ്യാം കേട്ടോ. സോ ബാക്കി 4 ഉണ്ടാവും. സോ ഇതുമല്ല. അടുത്ത ഓപ്ഷൻ നോക്കിയാൽ എന്താ? 3 ആദ്യമേ കളഞ്ഞേക്കുക. 8 1 9 ഉണ്ട്, 9 തീർച്ചയായും 3ൻ്റെ മൾട്ടിപ്പിളാണ്. സോ അത് പോയി 4 2 6. സോ ഇത് ഫുൾ നമുക്ക് 3യുടെ മൾട്ടിപ്പിൾ ആയൊന്നുണ്ടാവും. നമ്മൾ സം ഓഫ് ഡീസ് എടുത്താൽ 3യുടെ മൾട്ടിപ്പിൾ ആയിരിക്കും. സോ ഇതാണ് നമ്മുടെ ആൻസർ. ഓപ്ഷൻ സി ആണ് ആൻസർ. സംശയം ഇതും കൂടി ചെക്ക് ചെയ്ത് നോക്കിക്കോളാം. 2 + 1 3, ഇത് പോയി. 2 + 4 6, ഇതും പോയി. 8 മിച്ചം കിടപ്പുണ്ട് അല്ലേ? 8 3ൻ്റെ കൂടുതലല്ലോ. സോ നമുക്ക് ഇതും പറ്റത്തില്ല. സോ ഓപ്ഷൻ സി ആണ് ആൻസർ. നമ്മൾ ആക്ച്വലി 3യുടെ ഡിവിസിബിലിറ്റി കണ്ടപ്പോൾ അക്കങ്ങൾ കൂട്ടിയെടുക്കുന്നതാണ് കണ്ടിരുന്നത്. ആശയം അറിയാമല്ലോ. അത് കൂടാണ്ട് നമുക്ക് ഇതുപോലെ 3ൻ്റെ മൾട്ടിപ്പിൾസോ പെയർ ചെയ്തെടുക്കാമെങ്കിൽ അത് നമുക്ക് ക്യാൻസൽ ഔട്ട് ചെയ്ത് കളയാം. അത് നമുക്ക് കാണാണ്ടിരിക്കാം. അതാണ് ഇവിടെ ചെയ്തത്. 3 കളഞ്ഞു, 8 1 കൂടി കൂട്ടുമ്പോൾ 9 കിട്ടുമെന്ന് കാണുമ്പോൾ അത് കളഞ്ഞു, 4 2 കൂടി 6 കിട്ടും. സോ അതും പോകുന്നുണ്ടാവും. സോ എന്ത് വന്നാലും അക്കങ്ങളുടെ തുക നമുക്ക് കിട്ടുന്നുണ്ടാവും. 3യുടെ മൾട്ടിപ്പിൾ ആയിട്ട് തന്നെ കിട്ടുന്നുണ്ടാവും. സോ ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. 24 ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ ഇതാണ് 13824. ബേസിക് ലെവലിലുള്ള ഡിവിസിബിലിറ്റി റൂൾസ് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞു. 1 മുതൽ 11 വരെയുള്ള ഏത് സംഖ്യ കൊണ്ട് ഹരിക്കാൻ ചോദിച്ചാലും നമുക്ക് നിശേഷഹരണം എങ്ങനെ കണ്ടെത്താമെന്ന് നമ്മളിപ്പോൾ കണ്ടു. അതിൻ്റെ ബേസിക് അടിസ്ഥാനമെല്ലാം മനസ്സിലാക്കി. അതിൽ ഏറ്റവും ലാസ്റ്റ് നമ്മൾ കണ്ട 7ൻ്റെയും 11ൻ്റെയും ഡിവിസിബിലിറ്റി ആയിരുന്നു. അത് നമ്മൾ 2 രീതിയിൽ കണ്ടു. 11ൻ്റെ എടുത്തു കഴിഞ്ഞാൽ ബേസിക്കായിട്ട് നമ്മൾ ചെയ്യുന്നത് ഓഡ് സ്ഥാനത്തുള്ള അക്കങ്ങൾ കൂട്ടും, ഈവൻ സ്ഥാനത്തുള്ള അക്കങ്ങൾ കൂട്ടും. അതായത് 1 ഡോട്ടുള്ള അക്കങ്ങളെല്ലാം കൂട്ടും. അങ്ങനെ കൂട്ടി കിട്ടുന്നതിൻ്റെ വ്യത്യാസം, ഓഡ് സ്ഥാനത്തുള്ള അക്കങ്ങളുടെയും ഈവൻ സ്ഥാനത്തുള്ള അക്കങ്ങളുടെയും തുകയുടെ വ്യത്യാസം. ആ വ്യത്യാസം 0 അല്ലെങ്കിൽ 11ൻ്റെ മൾട്ടിപ്പിൾസ് ആണെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം ആ സംഖ്യ 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, നമ്മൾ കണ്ടത് ഒരു 6 അക്ക സംഖ്യയെ ബന്ധപ്പെട്ട 6 അക്ക സംഖ്യ എടുക്കുമ്പോൾ അതിനെ വലത്ത് നിന്ന് ഗ്രൂപ്പ് ചെയ്യും. വലത്ത് നിന്ന് ഗ്രൂപ്പ് ചെയ്തിട്ട്
നമ്മൾ ഗ്രൂപ്പുകൾ തമ്മിൽ കുറച്ചു, അങ്ങനെ കുറച്ച് കിട്ടുന്നത് പിന്നെ 11ന്റെ ഡിവിസിബിലിറ്റി വെച്ച് ചെക്ക് ചെയ്തു. 7ന്റെ കേസിലാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ രണ്ട് രീതി കണ്ട്. ഒന്നെന്ന് വെച്ചാൽ അതിൻ്റെ ഏറ്റവും ബേസിക് ആണ്, അവസാന അക്കത്തിൻ്റെ ഇരട്ടി എടുക്കുന്നു, ബാക്കി സംഖ്യകളിൽ നിന്ന് കുറയ്ക്കുന്നു. ആ ഇരട്ടി എടുത്ത് ബാക്കി സംഖ്യയിൽ നിന്ന് കുറയ്ക്കുന്നു. അങ്ങനെ കുറച്ച് കിട്ടുന്ന ഒന്നെങ്കിൽ 0 അല്ലെങ്കിൽ 7ന്റെ മൾട്ടിപ്പിൾസ് ആണെങ്കിൽ ഉറപ്പിക്കുക നമുക്ക് 7ന്റെ ഗുണിതമാണ്. അല്ലെങ്കിൽ ചെയ്തത് നമ്മൾ ഇതുപോലെ ഗ്രൂപ്പ് ചെയ്യുന്നു, വലത്ത് നിന്ന് 3 അക്കങ്ങളെടുത്ത് ഗ്രൂപ്പ് ചെയ്യുന്നു, അങ്ങനെ ആ ഗ്രൂപ്പ് തമ്മിൽ കുറയ്ക്കുന്നു. കുറച്ച് കിട്ടുന്നത് 0 അല്ലെങ്കിൽ 7ന്റെ മൾട്ടിപ്പിൾസ് ആണെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം അത് 7ന്റെ മൾട്ടിപ്പിളാണ്. സോ അങ്ങനെയെങ്കിൽ ഈ ഗ്രൂപ്പ് ചെയ്യുന്ന കേസ് വരുമ്പോൾ നമുക്ക് 6 അക്കങ്ങളിൽ കൂടുതൽ വന്നാൽ നമ്മൾ എങ്ങനെ ഗ്രൂപ്പ് ചെയ്യുന്നുണ്ടാവും? അതും നമുക്ക് ഇനി കാണാനും പോകുന്ന ചോദ്യത്തിൽ നിന്ന് മനസ്സിലാക്കാം. നമുക്ക് ഗ്രൂപ്പ് ചെയ്യുന്ന ഏറ്റവും എളുപ്പം വരുന്നത്, ഗ്രൂപ്പ് ചെയ്യുന്ന കേസിൽ ഏറ്റവും എളുപ്പം വരുന്ന വലിയ നമ്പേഴ്സ് വരുന്ന കേസിലാണ്. അവിടെ എപ്പോഴും നമുക്ക് 7ന്റെ ഒക്കെ ചെക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് കുറേ കൂടി എളുപ്പം. 11ന്റെ കേസിൽ പലപ്പോഴും നമുക്ക് സുഖമാകാൻ പോകുന്നത്, എളുപ്പമാകാൻ പോകുന്നത് ഒന്നിലോട്ടുള്ള അക്കങ്ങൾ കൂട്ടുന്നത് തന്നെയായിരിക്കും. സോ നമ്മൾ ചോദ്യത്തിലേക്ക് പോവുകയാണ്. പ്രീവിയസ് ആയിട്ട് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്, വിച്ച് ഓഫ് ദി ഫോളോയിങ് നമ്പർ ഇസ് ഡിവിസിബിൾ ബൈ 11? 11 കൊണ്ട് ശേഷം മരിക്കാൻ പറ്റുന്ന സംഖ്യ ഏത്? ഓപ്ഷൻസ് നോക്കിയാൽ വലിയ നമ്പേഴ്സാണ്. സോ ഇവിടെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കുറച്ചുകൂടി ബെസ്റ്റായിട്ട് പറയാൻ പറ്റുന്ന ഒന്നിടോട്ടുള്ള അക്കങ്ങൾ കൂട്ടിയിട്ട് ഓഡ് പ്ലേസിൽ ഓൺ പ്ലേസിൽ അക്കങ്ങൾ കൂട്ടിയിട്ട് തമ്മിലുള്ള വ്യത്യാസം എടുക്കുന്നതാണ്. പക്ഷേ ഫസ്റ്റ് ഓപ്ഷൻ നോക്കിയാൽ 7 അക്കങ്ങളുള്ളതുകൊണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 6 അക്കങ്ങളുടെ ഗ്രൂപ്പ് ചെയ്യുന്നേ കണ്ടിട്ടുള്ളൂ. സോ 7 അക്കങ്ങൾ വരുന്ന കേസിൽ ഗ്രൂപ്പ് ചെയ്യുന്ന എങ്ങനെയൊന്ന് കാണിച്ചു തരാം. സോ ഇവിടെ നോക്കിയാൽ നമ്മൾ വലത്ത് നിന്ന് 3 അക്കങ്ങൾ എടുക്കണമെന്ന് പറഞ്ഞു. സോ വലത്ത് നിന്ന് 3 അക്കങ്ങൾ എടുക്കുമ്പോൾ ഫസ്റ്റ് ഗ്രൂപ്പിൽ 627 ഉണ്ട്, അടുത്ത ഗ്രൂപ്പ് വരുമ്പോഴത്തേക്ക് 294 ഉണ്ട്, ഇനിയും ഒരു അക്കം ബാക്കി കിടപ്പുണ്ട്, ശരിയല്ലേ? 8. സോ നമുക്ക് 3 ഗ്രൂപ്പ്സ് കിട്ടും. ഇങ്ങനെ 3 ഗ്രൂപ്പ്സ് കിട്ടുന്ന കേസിൽ ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ, ഒന്നിടവിട്ടുള്ള ഗ്രൂപ്പ്സ് കൂട്ടുക. എത്ര ഗ്രൂപ്പ്സ് വേണമെങ്കിലും കിട്ടിക്കോട്ടെ, മാക്സിമം 3 പേരെ ഒരു ഗ്രൂപ്പിൽ ഉണ്ടാവാളെന്ന് മാത്രം ഓർത്തിരുന്നാൽ മതി. ഒന്നിടവിട്ടുള്ള ഗ്രൂപ്പ്സ് തമ്മിൽ കൂട്ടണം, ബാക്കിയുള്ള ഗ്രൂപ്പ്സ് ഈ കൂട്ടി കിട്ടിയത് നമ്മൾ കുറയ്ക്കണം. എന്നുവെച്ചാൽ ഇപ്പോൾ ഇവിടെ ഇപ്പുറത്ത് വേറെ ഗ്രൂപ്പ് ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഈ ആളെയും ആ ഗ്രൂപ്പിനെയും തമ്മിൽ കൂട്ടും. അപ്പോൾ കൂട്ടുമ്പോൾ ഒരു സംഖ്യ കിട്ടും, ഇവർ കൂട്ടിയപ്പോൾ ഒരു സംഖ്യ കിട്ടുമല്ലോ, ആ സംഖ്യകൾ തമ്മിൽ കുറയ്ക്കണം എന്നാണ് ഉദ്ദേശം. സോ ഒന്നിടോട്ടുള്ള ഗ്രൂപ്പ്സുകൾ എപ്പോഴും നമ്മൾ കൂട്ടണം. അങ്ങനെ കൂട്ടിക്കിട്ടുന്നത് തമ്മിൽ നമ്മൾ കുറയ്ക്കണം. മൈനസ് ഇവിടെ ഇപ്പോൾ ഒറ്റ ഗ്രൂപ്പേ ബാക്കി കിടപ്പുള്ളൂ അല്ലേ, ആ 294 കുറച്ച് ഈ 635 എവിടെ നിന്നാണ് വന്നത്? ഇവർ തമ്മിൽ കൂട്ടിയതാണ്. 627 8 കൂടി കൂട്ടിയപ്പോൾ 635 വന്നു. ബാക്കി നമുക്കിനി ഒരു ഗ്രൂപ്പേ മിച്ചം കിടപ്പുള്ളൂ. സോ ആളെ നേരെ എടുത്ത് കുറച്ചാൽ മതി. 5 4 കുറച്ചാൽ 1 വരും, 3 9 കുറയ്ക്കില്ല, 13 9 കുറച്ചപ്പോൾ 4 വന്നു. അപ്പോൾ ഇവിടെ 5 ആണ്, 5 2 കുറച്ചാൽ 3 വന്നു, 341 കിട്ടി. 341 ഒറ്റയടിക്ക് ഒരു പക്ഷേ പലർക്കും പറയാൻ പറ്റില്ലായിരിക്കും 11ന്റെ മൾട്ടിപ്പിൾ ആണോ അല്ലയോ എന്ന്. ആക്ച്വലി 11ന്റെ മൾട്ടിപ്പിൾ ആണ്. അത് ചെക്ക് ചെയ്യാൻ പോകുന്നത് നമ്മുടെ സാധാരണ രീതിക്കാണ്. ഒന്നിലോട്ടുള്ള അക്കങ്ങൾ കൂട്ടി 3 1 4, 4ൽ നിന്ന് ഈ 4 കുറച്ച് അപ്പോൾ 0 വന്നു, 0 വന്നുകൊണ്ട് നമുക്ക് ഉറപ്പായി 11ന്റെ മൾട്ടിപ്പിൾ ആണ്. സോ ഗ്രൂപ്പ് ചെയ്യുന്ന മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇതിങ്ങനെ കാണിച്ചത്. ഈ നമ്പേഴ്സൊക്കെ വരുമ്പോൾ നമുക്ക് 11ന്റെ ആയതുകൊണ്ട് നമുക്ക് ഏറ്റവും നല്ലത് ഈ പറയുന്ന പോലെ ഒന്നിലോട്ടുള്ള അക്കങ്ങൾ കൂട്ടി നോക്കിയിട്ട് കുറയ്ക്കുന്നതാണ്. സോ ഇവിടെയും ഒന്നിലോട്ടുള്ള അക്കങ്ങൾ കൂട്ടുന്നത് നമുക്ക് നോക്കിയേക്കാം. 8 9 17, 17 6 23, 23 7 30 വരും. സോ 30 വന്നു. അതിൽ നിന്ന് കുറയ്ക്കാൻ പോകുന്ന ബാക്കി അക്കങ്ങൾ കൂടിയിട്ടാണ്. 2 4 6, 6 2 8, 30 8 കുറച്ചാൽ 22 വരും. 22 എന്ന് പറയുന്നത് 11ന്റെ മൾട്ടിപ്പിളാണ്. സോ 0 മാത്രമല്ല, 11ന്റെ മൾട്ടിപ്പിൾസ് വന്നാലും നമുക്ക് ഉറപ്പിക്കാം 11ന്റെ മൾട്ടിപ്പിളാണ് ഈ വലിയ സംഖ്യ എന്നുള്ളത്. സോ ഓപ്ഷൻ എ ആണ് ആൻസർ. ബാക്കി ഓപ്ഷൻസും ജസ്റ്റ് ഒന്ന് കൂട്ടിയിട്ട് കുറയ്ക്കുന്ന കേസില്ലേ, ഒന്നിലോട്ടുള്ള അക്കങ്ങൾ കൂട്ടിയിട്ട് തമ്മിൽ കൂട്ടിയിട്ട് ബാക്കി കുറയ്ക്കുന്നത്, അതൊന്ന് കാണിച്ചേക്കാം. ജസ്റ്റ് ഒന്ന് ഇൻഫോർമേഷൻ വേണ്ടിയിട്ട്. 3 9 12, 12 7 19, 19 4 23 വരും. ബാക്കി അക്കങ്ങൾ കൂട്ടിയാൽ 4 5 9, 9 1 10, 23 10 കുറച്ചാൽ 13 വരും. 13 11ന്റെ മൾട്ടിപ്പിൾ അല്ല. സോ ഓപ്ഷൻ അല്ലെന്ന് നമുക്കറിയാം. അടുത്തത് 7 4 11, 11 7 18, 18 3 21, 21 വന്നു. ബാക്കി അക്കങ്ങൾ എടുത്താൽ 5 6 11, 14 15, 21 15 കുറച്ചാൽ 6 വന്നു. 6 11ന്റെ മൾട്ടിപ്പിൾ അല്ല. സോ ഓപ്ഷൻ പോയി. നെക്സ്റ്റ് ലാസ്റ്റ് ഓപ്ഷനിലേക്ക് പോയാൽ 9 4 13, 13 6 19. ബാക്കി അക്കങ്ങൾ എടുത്താൽ 7 3 10, 10 2 12, 19 12 കുറച്ചാൽ 7 വരും. സോ 7 11ന്റെ മൾട്ടിപ്പിൾ അല്ല. സോ നമുക്ക് ഉറപ്പിക്കാം ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്തത് 7ന്റെ ഡിവിസിബിലിറ്റിയെ ബന്ധപ്പെട്ട ചോദ്യമാണ്. പ്രീവിയസ് ആയിട്ട് ഡിഗ്രി ലെവൽ എക്സാമിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് നമ്പർ ഇസ് ഡിവിസിബിൾ ബൈ 7? സോ ഇവിടെ ഓപ്ഷൻസ് നോക്കിയാൽ നമുക്ക് 5 അക്ക സംഖ്യകളാണ്. സോ 7ന്റെ 2 രീതി ചെയ്യാൻ നമുക്കറിയാം. ഏതൊക്കെയാണ്? ഒന്ന്, ലാസ്റ്റ് അക്കം എടുക്കുന്നു, അതിൻ്റെ ഇരട്ടി എടുക്കുന്നു, അത് ബാക്കിയുള്ള അക്കങ്ങളിൽ നിന്ന് കുറയ്ക്കുന്നു. സോ ഇവിടെ ആ ഒരു രീതിക്ക് നമ്മൾ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഒത്തിരി സമയം എടുക്കും, ശരിയല്ലേ? കാരണം 5 അക്ക സംഖ്യ, നമുക്ക് 2ൽ കൂടുതൽ സ്റ്റെപ്പുകൾ വരും. സോ ഇവിടെ ഏറ്റവും ബെസ്റ്റായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഗ്രൂപ്പ് ചെയ്യുന്ന മെത്തേഡ്സ് ആണ്. സോ ഗ്രൂപ്പ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ലാസ്റ്റ് 3 അക്ക, അപ്പോൾ
വലത്തുനിന്ന് എടുക്കുമ്പോൾ 3 അക്കങ്ങൾ ഗ്രൂപ്പ് ചെയ്യുന്നു പറയും. സോ ആദ്യത്തെ കേസ് നമുക്ക് 942 ഒരു ഗ്രൂപ്പ് വരും. ബാക്കി എത്രയുണ്ട്? ബാക്കി 41 ഉള്ളൂ. 3 അക്ക ഇല്ല, കുഴപ്പമില്ല, 2 അക്ക എടുത്താൽ മതി. 942 - 41 ചെയ്യും, തമ്മിൽ കുറയ്ക്കുള്ളൂ ചെയ്യുന്നത്. അപ്പോൾ എത്ര കിട്ടും? 901 കിട്ടും. 901 7ന്റെ മൾട്ടിപ്പിൾ ആണോ അല്ലയോ? കണക്ട് ചെയ്ത് മനസ്സിലാക്കാൻ മാർഗമുണ്ട്, ലാസ്റ്റ് പറഞ്ഞുതരാം. ഇപ്പോൾ നമുക്ക് വീണ്ടും ചെയ്യാൻ പറ്റുന്നത് 3 അക്കമായി അവസാന അക്കത്തിൻ്റെ ഇരട്ടി എടുക്കുന്നു. അവസാന അക്കം 1 അതിൻ്റെ ഇരട്ടി 2 അപ്പോൾ 90 ബാക്കി ഈ ഇരട്ടി കുറയ്ക്കുന്നു അല്ലേ. 90 2 കുറച്ചാൽ 88. 88 7ന്റെ മൾട്ടിപ്പിൾ ആണോ എന്ന് ചോദിച്ചാൽ അല്ല. സോ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾസ് മനസ്സിലേക്ക് കൊണ്ടുപോകുന്നത് നല്ലതായിരിക്കും. സോ നമ്മൾ ആക്ച്വലി പറയുകയാണെങ്കിൽ 1 മുതൽ 20 വരെയുള്ള സംഖ്യകളുടെ 10 എണ്ണം വീതമെങ്കിലുള്ള ടേബിൾസ് അറിഞ്ഞിരിക്കുകയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും. 12 7s are 84, 12 into 7 84 ആണ്, 13 7s are 91 ആണ്. സോ ഈ 2 സംഖ്യയ്ക്ക് ഇടയ്ക്ക് വരുന്നതുകൊണ്ട് ഇതല്ല. വേറെ രീതി ചെയ്യാൻ പറ്റുന്നത് ഇതിൻ്റെ ഇരട്ടി എടുക്കുക, 16 നെട്ട് കുറച്ചാൽ വീണ്ടും 8 വരും, ശരിയല്ലേ. ഈ ലാസ്റ്റ് സംഖ്യയുടെ ഇരട്ടി എടുക്കുക, 16, 8 കൊണ്ട് 16 കൊണ്ട് തമ്മിൽ കുറച്ചാൽ മതി. നമ്മൾ വലിയ സംഖ്യ ചെറിയ തമ്മിൽ കുറച്ചാൽ മതി, തമ്മിൽ കുറയ്ക്കുമ്പോൾ 8 കിട്ടും. സോ 8 എന്തായാലും 7ന്റെ മൾട്ടിപ്പിൾ അല്ല. അങ്ങനെ നമുക്ക് വീണ്ടും വേണമെങ്കിൽ എടുക്കാം, മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ അറിയില്ലെങ്കിൽ. അടുത്ത ഓപ്ഷനിലേക്ക് പോകും. 944 41 കുറച്ചാൽ 903 കിട്ടും. 903 കിട്ടിയാൽ വീണ്ടും നമ്മൾ ചെക്ക് ചെയ്യാൻ പോകും. 3ന്റെ ഇരട്ടി 6 ഉണ്ട്, 90 ഉണ്ട്. 90 4 കുറച്ചാൽ 84. 84 എന്ന് പറയുന്നത് 7ന്റെ ഒരു മൾട്ടിപ്പിൾ ആണ്. 12 7s are 84. വീണ്ടും അത് അറിയില്ല എന്നാണെങ്കിൽ ലാസ്റ്റ് അക്കത്തിൻ്റെ ഇരട്ടി 4ന്റെ ഇരട്ടി 8, ബാക്കി സംഖ്യ 8 ഉണ്ട്. 8 നിന്ന് 8 കുറയ്ക്കുക, 0 കിട്ടിയില്ലേ. 0 കിട്ടിയാലും പോരെ, 0 കിട്ടിയാലും നമുക്ക് 7ന്റെ മൾട്ടിപ്പിൾ ആണെന്ന് പറയാം. സോ ഏത് രീതിക്ക് വേണ്ടി ചെക്ക് ചെയ്യാം? സോ ഓപ്ഷൻ ബി ആണ് ആൻസർ. ബാക്കി ഓപ്ഷൻസ് ചെക്ക് ചെയ്തൊന്ന് കാണിച്ചു തരാം. അടുത്ത ഓപ്ഷൻ 41,940 ആണ്. സോ ലാസ്റ്റ് 0 എന്ത് ചെയ്യാന്ന് വെച്ചാൽ ആ 0 അങ്ങ് കളഞ്ഞേക്കുക, കാണണ്ട, കുഴപ്പമില്ല. കാരണം 10ന്റെ ഒരു മൾട്ടിപ്പിൾ ആയിട്ട് വരുന്നല്ലോ, അതുകൊണ്ട് ആ 0 മാറ്റി നിർത്തിയിട്ട് ബാക്കി അക്കങ്ങൾ നോക്കിയാൽ 4194 വരും. ഇവിടെ നമുക്ക് 3 അക്കമായിട്ട് ഗ്രൂപ്പ് ചെയ്യാന്നേ. 194 4 കുറച്ചാൽ മതി. അപ്പോൾ നമുക്ക് 3 ഗ്രൂപ്പ്സ് ആക്കി, 3 അക്കങ്ങളുടെ ഗ്രൂപ്പ് ആക്കിയിട്ട് ചെയ്യുന്ന മോഡലായി. ഇപ്പോൾ 190 വന്നു. ഇത് നോക്കി ഈ 0 കൂടി കളഞ്ഞേക്ക്, 19 വന്നില്ലേ. 19 7ന്റെ മൾട്ടിപ്പിൾ ആണോ? അല്ല. സോ ഇതുമല്ലെന്ന് ഉറപ്പിച്ചു. അടുത്ത് 41,946 നമ്മൾ ഗ്രൂപ്പ് ചെയ്യുമ്പോൾ 946 ഒരു ഗ്രൂപ്പ് വരും. അതിൽ 41 കുറച്ചാൽ 905 വരും. വീണ്ടും നമുക്ക് 3 അക്ക സംഖ്യ 5ന്റെ ഇരട്ടി എടുക്കുന്നു, 10, 90 നിന്ന് 10 കുറയ്ക്കുന്നു, അപ്പോൾ 80 കിട്ടും. 80 എന്ന് പറയുന്നത് 7ന്റെ മൾട്ടിപ്പിൾ അല്ല, കാരണം 77 കഴിഞ്ഞാൽ 84 ആണ് വരുന്നത്. സോ ഓപ്ഷൻ ബി ആണ് ആൻസർ എന്ന് കിട്ടി. സോ ഗ്രൂപ്പ് ചെയ്യുന്നതിന് ഇവിടെ ഏറ്റവും സുഖം, അതുകൊണ്ട് നമുക്ക് ആൻസറിലേക്ക് എത്താൻ സാധിച്ചു. ഇനി 901 വന്നപ്പോഴത്തേക്ക് മൾട്ടിപ്പിൾ ആണോ അല്ലയോ എന്ന് ലിങ്ക് ചെയ്തിട്ട് നമുക്ക് ചെക്ക് ചെയ്യാമെന്ന് പറയില്ല. അതെങ്ങനെയാണെന്ന് വെച്ചാൽ അതിന് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ അറിഞ്ഞിരിക്കണം കുറേയെങ്കിലും. സോ 91 എന്ന് പറയുന്ന 7ന്റെ മൾട്ടിപ്പിൾ ആണെന്ന് മനസ്സിൽ വരണം. 13 ഗുണം 7. 91 മൾട്ടിപ്പിൾ ആണെങ്കിൽ തീർച്ചയായും 910 മൾട്ടിപ്പിൾ ആയിരിക്കില്ലേ, കാരണം ഒരു 0 ആഡ് ചെയ്താൽ പോരെ. 130 ഗുണം 7 ചെയ്താൽ 910 കിട്ടും. സോ 910 നിന്ന് 7 കുറച്ചാൽ നമുക്ക് ഇതിന് തൊട്ട് മുമ്പുള്ള 7ന്റെ മൾട്ടിപ്പിളാണ് 903. ഇതൊക്കെ മനസ്സിൽ ചെയ്യുന്നതാണ് പറയുന്നത്, അല്ലാണ്ട് ഇങ്ങനെ പേപ്പറിൽ കുറച്ച് നോക്കുന്ന കാര്യമല്ല ഉദ്ദേശിക്കുന്നത്. 910 മുമ്പുള്ള 903. സോ 901 കാണുമ്പോൾ ഉറപ്പിക്കാം മൾട്ടിപ്പിൾ അല്ല എന്നുള്ളത്. സോ ഇങ്ങനെ വീണ്ടും എടുത്ത് ചെക്ക് ചെയ്യേണ്ടി വരില്ല എന്നാണ് ഉദ്ദേശിച്ചത്. സോ 903 ഇവിടെ കാണുമ്പോൾ തന്നെ എഴുതാൻ പറ്റും, ടിക്ക് ചെയ്യാൻ പറ്റും, 7ന്റെ മൾട്ടിപ്പിളാണ്. പിന്നെ 7 പോലെയൊക്കെയുള്ള നമ്പേഴ്സ് വരുമ്പോൾ എത്ര വലിയ സംഖ്യകൾ വന്നാലും ഡിവിഷൻ അല്ലെങ്കിൽ മൈൻഡ് കാൽക്കുലേഷൻ സ്ട്രോങ് ആയ ആൾക്കാർക്ക് ഈ ട്രിക്സ് ഉപയോഗിക്കേണ്ട ആവശ്യം വരില്ല. ജസ്റ്റ് ഡിവൈഡ് ചെയ്ത് നോക്കി പോകാവുന്നതാണ്. സോ ഏത് രീതി വേണമെങ്കിലും യൂസ് ചെയ്യാം. ബട്ട് ഈ ക്വസ്റ്റനിൽ ഏറ്റവും സിമ്പിളസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് കാൽക്കുലേഷൻ അത്ര സ്ട്രോങ് ഒന്നും അല്ലെങ്കിൽ ഏറ്റവും സിമ്പിളസ്റ്റ് മെത്തേഡ് ഗ്രൂപ്പ് ചെയ്തിട്ട് 3 ആയിട്ട് ഗ്രൂപ്പ് ചെയ്തിട്ട് കുറച്ചിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നതാണ്. 7ന്റെയും 11ന്റെയും ഡിവിസിബിലിറ്റിയായി ബന്ധപ്പെട്ട് നമ്മളിപ്പോൾ 2 ചോദ്യങ്ങൾ മനസ്സിലാക്കിയല്ലോ. സോ അവിടെ ഇനി അഥവാ 6ൽ കൂടുതൽ അക്കങ്ങൾ വന്നാലും ഗ്രൂപ്പ് ചെയ്യേണ്ട കേസ് വന്നാൽ എന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിലായല്ലോ. 7ന്റെ കേസിലും സെയിം തന്നെ നമ്മൾ ചെയ്യേണ്ടത്. സോ അങ്ങനെയൊക്കെ നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് നമ്പർ ഈസ് ഡിവിസിബിൾ ബൈ 33? 33 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുന്ന സംഖ്യ ഏത്? സോ ബേസിക്കലി നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ 1 to 11 വരെയുള്ള നമ്പേഴ്സിൻ്റെ ആണ് പഠിച്ചിരിക്കുന്നത്. പക്ഷേ അതിന് മുകളിലുള്ള ഭാജ്യസംഖ്യ കോമ്പോസിറ്റ് നമ്പർ വന്നാൽ നമുക്ക് ഈ പഠിച്ചതുമായി റിലേറ്റ് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റും. സോ ഇവിടെ തന്നിരിക്കുന്നത് 11നേക്കാൾ വലിയ സംഖ്യയാണ് 33. 33 ഭാജ്യമാണോ അഭാജ്യമാണോ? കോമ്പോസിറ്റ് ആണ്, ഭാജ്യസംഖ്യയാണ്. കാര്യം എന്താ, 2ൽ കൂടുതൽ ഘടകങ്ങൾ ഫാക്ടേഴ്സ് ഉണ്ട്. സോ 33നെ നമുക്ക് അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? 33നെ നമ്മൾ നോർമലി ചെയ്യാറുള്ളത് ഭാജ്യസംഖ്യ അഭാജ്യസംഖ്യകളുടെ ഗുണിതങ്ങളായിട്ട് എഴുതും. 3 into 11 ഗുണനമായിട്ട് എഴുതും. 3 into 11 ആണ് 33, ശരിയല്ലേ? സോ എന്ത് ചെയ്യണം?
ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ 3 കൊണ്ടും 11 കൊണ്ടും ഹരിക്കാൻ പറ്റുന്ന സംഖ്യ ഉണ്ടെങ്കിൽ നമുക്ക് 33 കൊണ്ട് ഹരിക്കാൻ പറ്റും. സോ അവിടെ നമുക്ക് ഏതാണ് ആദ്യം ചെക്ക് ചെയ്യേണ്ട എന്നുള്ള കൺഫ്യൂഷനൊക്കെ വരുമായിരിക്കും. വേണമെങ്കിൽ 11 ചെയ്യാം, അല്ലെങ്കിൽ 3 ചെയ്യാം. പക്ഷേ കുറച്ചുകൂടി നമുക്ക് എളുപ്പം 3യുടെ ചെക്ക് ചെയ്യുന്നതായിരിക്കും ചില സന്ദർഭങ്ങളിൽ. ഇപ്പോൾ ഇവിടെ നോക്കിയാൽ ഫസ്റ്റ് ഓപ്ഷൻ നോക്കിയാൽ 3 അടുത്ത് 3 ഉണ്ട്, ഇവിടെ 3 ഇല്ല. സോ എന്ത് വന്നാലും തമ്മിൽ അക്കങ്ങൾ കൂട്ടിയാൽ നമുക്ക് ഇത് 3 കൊണ്ട് ഹരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് എന്തായാലും ചെക്ക് ചെയ്യേണ്ട. 3 കൊണ്ട് ഹരിക്കാൻ പറ്റില്ല, പിന്നെ 11 കൊണ്ട് പറ്റുമല്ലോ ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം 3 കൊണ്ട് ഹരിക്കാൻ പറ്റിയെങ്കിൽ മാത്രമേ അടുത്തതിലേക്ക് പോകേണ്ട ആവശ്യമുള്ളൂ. അങ്ങനെയെങ്കിൽ മാത്രമേ 33 ഡിവിസിബിലിറ്റി വർക്ക് ആകുന്നുണ്ടാവുള്ളൂ. അടുത്ത ഈ ഓപ്ഷൻ നോക്കി, ഇവിടെ 3 ഉണ്ട്, 7, 5, 12 വരുമ്പോഴും 3ൻ്റെ മൾട്ടിപ്പിൾ ആകും. അപ്പോൾ ഈ 1 ഒറ്റയായിട്ട് ഒറ്റപ്പെട്ട് കിടക്കുന്നുണ്ടാവും. കാര്യം ഇവിടെ നമുക്ക് അക്കങ്ങളുടെ തുക എടുത്താൽ 3 കൊണ്ട് ഹരിക്കാൻ പറ്റില്ല. സോ അതുകൊണ്ട് 11 ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അടുത്ത ഓപ്ഷന് പോയാൽ 3, 3, 6 ഉണ്ട്, 2, 1, 3 ഉണ്ട്. സോ ഓക്കെ, ഇവിടെ നമുക്ക് ചാൻസ് ഉണ്ട്. അടുത്ത ഓപ്ഷൻ കൂടി നോക്കിയേക്കാം 3ൻ്റെ 5, 4, 9 ഉണ്ട്, 2, 1, 3. സോ എല്ലാം കൂടി കൂട്ടി നമുക്ക് ഉറപ്പായിട്ട് 3ൻ്റെ മൾട്ടിപ്പിൾസ് കിട്ടും. സോ 2 ഓപ്ഷൻസ് ഉണ്ട്. ഈ രണ്ടിൽ ഏതായിരിക്കാം ഇനി 11ൻ്റെ, അല്ലെങ്കിൽ ഇത് രണ്ടിൽ ഏതായിരിക്കും 33 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുക നമ്മൾ എനിക്ക് കണ്ടെത്തണം. 3ൻ്റെ ഓക്കെ ആയി. അപ്പോൾ അവിടെ എന്തെങ്കിലും അവിടെയാണെങ്കിൽ നമുക്ക് 11ൻ്റെ കാര്യം വരുന്നത്. സോ 11ൻ്റെ ചെയ്യാൻ 2 രീതി നമുക്ക് ഇവിടെ ചെയ്യാം. വേണമെങ്കിൽ നമുക്ക് ഗ്രൂപ്പ് ഇ ചെയ്യാം. ഗ്രൂപ്പ് ഇ ചെയ്യുകയാണെങ്കിൽ 133 2 കുറച്ചാൽ 131 വരും. 131 സാമാന്യ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ അറിയാമെങ്കിൽ ഉറപ്പിച്ചോ 131 അല്ല നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും. അല്ലെങ്കിൽ കൂട്ടി നോക്കി 1, 1, 2, 3, 2 കുറച്ചാൽ 1. കാരണം 132 ആണ് 11ൻ്റെ മൾട്ടിപ്പിൾ. സോ ഓപ്ഷൻ ഡി ആണ് ആൻസർ എന്ന് കിട്ടും. ചെക്ക് ചെയ്യാം. 145 2 കുറയ്ക്കുക 143 ലഭിക്കും. 143 11ൻ്റെ മൾട്ടിപ്പിൾ 13 × 11. അല്ലെങ്കിൽ കൂട്ടി നോക്കിയോ 3 + 1 4, 4 - 4 0. അവിടെയും നമുക്ക് 11ൻ്റെ മൾട്ടിപ്പിൾ പ്രൂഫ് കിട്ടി. സോ 11 കൊണ്ടും 3 കൊണ്ടും ഈ സംഖ്യയെ നമുക്ക് ഹരിക്കാൻ പറ്റും എന്നുള്ളത് കൊണ്ട് 33 കൊണ്ട് ഈ സംഖ്യയെ നമുക്ക് നിശേഷം ഹരിക്കാൻ സാധിക്കും. ഒന്നിലോട്ടുള്ള അക്കങ്ങളും കൂട്ടി ചെയ്യാൻ കേട്ടോ, രണ്ടും ഓക്കെയാണ്. 11ൻ്റെ കേസ് വരുമ്പോഴത്തേക്ക് 2 + 3 5, 3 + 1 4, 5 - 4 1, 0 വന്നില്ല. അടുത്ത ഈ കേസ് 2 + 4 6, 5 + 1 6, 6 - 6 0. സോ അവിടെയും നമുക്ക് 0 ലഭിച്ചു. സോ അതുകൊണ്ടാണ് നമുക്ക് ഈ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്.